ഒരാളുടെ ചോര ചിന്തിയെന്നോ ഒരാളെ വേദനിപ്പിച്ചുവെന്നോ ഒരാളും എന്റെ റസൂൽ എന്നെ ഉപദ്രവിച്ചുവെന്ന് എന്റെ റബ്ബിനോട് പറയരുത്. അങ്ങനെ അള്ളാഹുവിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലാ മാലിൻ, സമ്പത്തിന്റെ വിഷയത്തിലോ ഒരാളും എന്റെ മുമ്പിൽ വരരുത്. അള്ളാഹുവിനോട് വന്ന് പരാതി പറയരുത്. നബി തങ്ങൾ എനിക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് എന്റെ റബ്ബിന്റെ മുമ്പിൽ വെച്ച് ആരും എന്നെപ്പറ്റി പരാതി പറയരുത് എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ വിഷയത്തിൽ കച്ചവടക്കാരെ നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ലമത്ത് അൽദുൽമു ദുലുമാതുൻ യൗമൽ ഖിയാമഹ, അനീതി എന്നത് പലവിധമാണ്. അനീതി നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇരുട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല മനുഷ്യൻ സംഹുൻ ഇദാ ബാഅ വസംഹുൻ ഇദാ ഇശ്തറാ, വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും മാന്യമായി പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടാക്കാതെ കച്ചവടം ചെയ്യുന്നവരും ബുദ്ധിമുട്ടാക്കാതെ വാങ്ങിക്കുന്നവരുമാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ലവരെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു. സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇബ്താഅ വസംഹൻ ഇദാ ഇശ്തറാ, വാങ്ങിക്കുമ്പോൾ പ്രയാസപ്പെടുത്തരുത്. എങ്ങനെ? ഒരാൾ വന്നിട്ട് ഒരു കസ്റ്റമർ വന്ന് ഒരു കച്ചവടക്കാരനോട് 10-15 മിനിറ്റ് ഒക്കെ സംസാരിച്ച് എന്നാ ഞാൻ നാളെ വരട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാ. അതാ കച്ചവടക്കാരന്റെ സമയം നഷ്ടപ്പെടുത്തല. വാങ്ങിക്കാൻ ഉദ്ദേശമല്ല, ഇതെത്രയാ, ഇതിനെത്രയാ, ഇതെന്താ, അതങ്ങനെയാ, വേറെ കളറുണ്ടോ, വേറെ കമ്പനി ഉണ്ടോ, ഇതൊക്കെ നോക്കി ആ സാധു താഴെന്നും മേലെന്നും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ട് തന്ന് പറഞ്ഞു വേളൊക്കെ പറഞ്ഞ് എന്നാ പിന്നെ ഞാൻ വരട്ടോ. എന്തിന്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യന്റെ സമയമല്ലേ കളയുന്നത്? അയാൾക്ക് ആ നേരം കൊണ്ട് വേറെ എന്തെല്ലാം പണി ചെയ്യാൻ, വേറെ എത്ര കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പറ്റും? അയാൾ ശപിക്കൂലേ, ഈ മനുഷ്യൻ എന്റെ സമയം വെറുതെ കളഞ്ഞല്ലോ? അങ്ങനെ ചെയ്യരുത്. കച്ചവടക്കാരും അങ്ങനെയാണ്, കസ്റ്റമറോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ്. സംഹൻ ഇദാ ബാഅ, കച്ചവടം ചെയ്യുമ്പോ വളരെ പുഞ്ചിരിച്ചും സ്നേഹത്തോടെയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കച്ചവടം എന്നത് ഇബാദത്താണ്. കച്ചവടം ഒരു ഇബാദത്താണ്. കച്ചവടം ജനങ്ങൾക്ക് സേവനം ചെയ്യലാണ്. ജനങ്ങളുടെ അവശ്യ സാധനങ്ങളെ അവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായത് സൗകര്യം ചെയ്തു കൊടുക്കലാണ്. അങ്ങനത്തെ ഒരു സംവിധാനമാണ് കച്ചവടം. അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാവരുത്. കച്ചവടക്കാർ മുഴുവനും ഞങ്ങൾ ജനസേവനം കൂടിയാണ് ചെയ്യുന്നത് എന്ന് നിയ്യത്ത് വെച്ചാൽ അതിന് കൂലി കിട്ടും. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ കച്ചവടക്കാരോട് എപ്പോഴും പറയാറുണ്ടത്, അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ ഒരു ത്വരീഖത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള 2 മഹാന്മാരാ ഉള്ളത്. ഉസ്താദിൽ നിന്ന് നേരിട്ട് അതിന്റെ ഖിലാഫത്ത് വാങ്ങിക്കുകയും ബൈഅത്ത് കൊടുക്കാൻ അധികാരവുമുള്ള 2 മഹാന്മാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് ബഹുമാന്യരായ ബാഅലവി പുക്കോയ് തങ്ങളവറുകൾ, പിന്നെ മഹാനായ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ്. ഈ 2 മഹാന്മാരെയാണ് അത്തിപ്പറ്റ ഉസ്താദ് ആ ദൗത്യം ഏൽപ്പിച്ചു പോയത്. ബഹാഉദ്ദീൻ ഉസ്താദിനെ അറിയാത്തവരുണ്ടാവും. ഉസ്താദിന് ഇങ്ങനെ ഒരു ആത്മീയ സരണിയുടെ ഉത്തരവാദിത്വം മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഞാൻ പറയുന്നത്, ബാലിവിത്തങ്ങള് ഇതേപോലെ ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനമോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ തങ്ങള് കച്ചവടക്കാരെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദ് പറയായിരുന്നു എന്ന് പറഞ്ഞ് പറയും, കച്ചവടക്കാർ വെറും ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയായിട്ട് ഇതിനെ കാണരുത്, നിങ്ങൾ ഇതൊരു സേവനമായി നിയ്യത്ത് ചെയ്യണം, എന്നാൽ ഇതിന് കൂലി കിട്ടും. കച്ചവടം ഒരു സേവനമാണ്, അങ്ങനെയാവണം. അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥകൾ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്, കച്ചവടക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. 2 പേരും ശ്രദ്ധിക്കണം. സംഹൻ ഇദാ ബാഅ വസംഹൻ ഇദാ ഇശ്തറാ. ദുൽമ് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. അവര് വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത്. ഒരു മനുഷ്യനായി ജനിക്കുന്നതോടുകൂടെ അള്ളാഹു അനുവദിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. അൽ ഹുഖൂഖുൽ ഇൻസാനിയ്യ, ജനങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യരുടെ അവകാശങ്ങള് ഹബീബാ നബി ഞങ്ങൾ അത് അനുവദിച്ചു കൊടുത്തു. ഒരു മനുഷ്യന്റെ അഭിമാനം, ഒരാളുടെ സമ്പത്ത്, ഒരാളുടെ ശരീരം,
ഇത് മൂന്നും നിങ്ങൾക്ക് ഹറാമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദമുഹു വഇർളുഹു വമാലുഹു. അറഫാ ദിനത്തിൽ ഹജ്ജത്തുൽ വിദാഇന്റെ വിടവാങ്ങൽ പ്രസംഗം നബി തങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി. എല്ലാവരും ഒരേ ചീർപ്പിന്റെ പല്ല് പോലെ ഒരേ സ്ഥാനക്കാർ. അല്ലാഹുവിന്റെ മുമ്പിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ തഖ്വയുള്ളവർ മാത്രം. എല്ലാവരും ആദം നബിയുടെ മക്കൾ. ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്ന് കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ വലാ ലി അസ്വദ അലാ അബിയദ ഇല്ലാ ബിത്തഖ്വാ. ഒരു അറബി അല്ലാത്തവനേക്കാൾ സ്ഥാനമുള്ളവനല്ല. അറബി അല്ലാത്ത ഒരു യൂറോപ്യനോ അമേരിക്കനോ ഒരു കനേഡിയനോ അറബിയേക്കാൾ മീതയുമല്ല. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ സ്ഥാനമില്ല. ഇല്ലാ ബിത്തഖ്വാ. നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവർക്ക് മാത്രമാണ് സ്ഥാനം. ഇത് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ, നിങ്ങൾക്കറിയുമോ മാ ബലദുകും ഹാദാ? ഈ നാടിന്റെ പേരെന്താ നിങ്ങൾക്കറിയുമോ? ഈ നാടിന്റെ പേരെന്താണെന്നറിയുമോ? വമാ യൗമുകും ഹാദാ. ഈ നാളേതാണ്, ദിവസമേതാണെന്നറിയുമോ? വമാ ശഹ്റുകും ഹാദാ. ഇത് ഏത് മാസമാണെന്നറിയുമോ? സ്വഹാബികൾക്കറിയാമായിരുന്നു അത് ഹറമാണ്, അത് ദുൽഹിജ്ജ മാസമാണ്, യൗമുൽ അറഫ, യൗമു അറഫയാണ്. എന്നാൽ നബി തങ്ങൾ അതിന് പുതിയ വല്ല പേരും നിർദ്ദേശിക്കുകയാണോ എന്ന് ആലോചിച്ചുകൊണ്ടവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം. അല്ലാഹുവിനറിയാം, അവിടുത്തെ റസൂലിനറിയാം. അവിടുന്ന് പറഞ്ഞു, അലൈസ ഹാദാ യൗമുൻ നഹർ. ഇത് യൗമുൻ നഹർ അല്ലയോ? ഇബ്രാഹിം അലൈഹിസ്സലാം ബലിദാനം ചെയ്ത ദിവസമല്ലയോ ഇത് ബലിപെരുന്നാൾ ദിവസമല്ലയോ? അറഫ കഴിഞ്ഞ് പിറ്റേ നാളിലാണ് ഹബീബിന്റെ പ്രഖ്യാപനം. ഇത് ബലിപെരുന്നാൾ ദിവസമല്ലയോ? ഇത് പരിശുദ്ധമായ ഹറമല്ലയോ? പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമല്ലയോ? അതേ റസൂലേ, ബലാ യാ റസൂലല്ലാഹ്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരം, നിങ്ങളുടെ കൈകാലുകൾ, നിങ്ങളുടെ ശരീരം അല്ലാഹു നൽകുന്ന നിങ്ങളുടെ അമാനത്ത്, ആ അമാനത്തിനെ പ്രഹരിക്കുവാനോ കേടുവരുത്തുവാനോ നശിപ്പിക്കുവാനോ ഒരു മനുഷ്യനും അല്ലാഹു അധികാരം നൽകിയിട്ടില്ല. നിങ്ങളുടെ സമ്പത്തും വസല്ലം. അതുകൊണ്ട് ളുൽമു ളുലുമാതുൻ, അൽളുൽമു ളുലുമാതുൻ യൗമൽ ഖിയാമഹ്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് ആ മനുഷ്യനോട് ചെയ്യുന്ന ളുൽമാണ്. ഒരാളുടെ സമ്പത്തിൽ കൈകടത്തുന്നത് അവരോട് ചെയ്യുന്ന ളുൽമാണ്. ഒരാളുടെ ദേഹത്തിന് ഉപദ്രവം ഏൽപ്പിക്കുന്നതും ളുൽമാണ്. അതൊരു പക്ഷേ കയ്യൂക്കുള്ളവന് ചെയ്യാൻ പറ്റിയേക്കും, സമ്പത്തുള്ളവനെ, ദാരിദ്ര്യമുള്ളവനെ ചൂഷണം ചെയ്യാൻ പറ്റിയേക്കും. മേൽക്കോയ്മ നടിക്കുന്നവനെ, താഴേക്കുള്ളവരെ താറടിക്കാൻ സാധിച്ചേക്കും. എന്നാൽ അറിയണേ, ഇതെല്ലാം ഖനീഭവിച്ച ഇരുട്ടിന്റെ കട്ടകളായി നാളെ മഹ്ശറയിലേക്ക് വരും. അവരെ പിടികൂടും, അള്ളാഹുവിന്റെ മുമ്പിൽ തലതാഴ്ത്തേണ്ടി വരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ളുൽമിനെ അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനാ. ജനങ്ങളുടെ ജീവന് വിലയുണ്ട്, ജീവന് അല്ലാഹു നൽകുന്ന മൂല്യമുണ്ട്. വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ളുൽമാ. ഹയ്യും ഖയ്യൂമുമായ എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ വഅനതിൽ വുജൂഹ്, മുഖങ്ങളെല്ലാം താഴ്ത്തി നിൽക്കേണ്ടി വരും. ഖനീഭവിച്ച ദുഃഖഭാരത്താൽ മുഖങ്ങളെല്ലാം താഴ്ത്തി നിർത്തുന്ന ഒരു നേരമുണ്ട്, സങ്കടപ്പെടുന്ന ഒരു നേരമുണ്ട്. വഖദ് ഖാബ മൻ ഹമല ളുൽമാ. ളുൽമ് ചെയ്തവർ അവിടെ പരാജയപ്പെടും, അക്രമം ചെയ്തവർ പരാജയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുൽമുകളിൽ ഏറ്റവും വലിയ ളുൽമ് അല്ലാഹു ജല്ല ജലാലുവിനെ, അല്ലാഹുവിന്റെ
ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും അംഗീകരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ അല്ലാഹുവിനെ കൂടാതെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നതോ ഇസ്ലാമിക പ്രമാണപ്രകാരം ഏറ്റവും വലിയ ദുൽമാൻ. ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ബഹുദൈവ ആരാധന ഏറ്റവും വലിയ ദുൽമാണ് എന്ന് അല്ലാഹു തആല. ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, അത് ഒരാളെ പറ്റൂ. ഒരു രാജ്യത്തിന് ഒരു കിങ്, ഒരു രാജാവ് ഒന്നേ പറ്റൂ. ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന ഈ ലോജിക്കാണ് തൗഹീദ്. അല്ലാഹ് ഏകനാണ്. ഏതുകൊണ്ട് എങ്ങനെ ബോധ്യപ്പെടുന്നു? രണ്ടെണ്ണം വേണോ? വേണ്ടതുണ്ടോ? ഉണ്ടായാൽ പ്രശ്നമാകില്ലേ? എല്ലാറ്റിനും കഴിവുള്ളവനായ സർവേശ്വരനായ ഒരാളെ പറ്റൂ. അത് ഇലാഹ് ഏകനാണ്, ഒന്നാണ്, വാഹിദാണ്, അഹദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ പറയുക നബിയേ, ഹുവല്ലാഹ്, അവൻ അല്ലാഹു അഹദുൻ, ഒരേ ഒരുത്തൻ മാത്രമാണ്, രണ്ടില്ല. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വയം നിലനിൽക്കുന്നവനാണ്, ബാക്കിയെല്ലാം അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. ലം യലിദ്, അല്ലാഹുവിന് ഒരു ഉമ്മയും ജന്മം കൊടുത്തതല്ല. ലം യലിദ്, അല്ലാഹു ഒരാളെയും പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, ഒരു ഉമ്മക്കോ ഉപ്പക്കോ പ്രസവിക്കപ്പെട്ടവനും അല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യരായി അല്ലാഹുവിനോളം ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ശക്തിയും ഈ ലോകത്തില്ല തന്നെ. ഈ തൗഹീദിന് വിരുദ്ധമായ ഏതെങ്കിലും വിശ്വാസമോ ആചാരങ്ങളോ കടന്നു വരുന്നത് ഏറ്റവും വലിയ ശിർക്കാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു, അല്ലാഹു വെച്ച ഈ തൗഹീദിന്റെ ബൗണ്ടറിയെ മറികടക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ ഖൽബിനുള്ളിൽ എപ്പോഴും ഊട്ടി ഉറപ്പിക്കേണ്ടതാണ് തൗഹീദ്. ഇന്നശ്ശിർക ലദുൽമുൻ അദീം. നമ്മുടെ വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ അല്ലാഹുവേതര ദൈവങ്ങളോടുള്ള കടപ്പാടുകളോ അല്ലെങ്കിൽ ആരാധനയോ വന്നു പോകുന്നത്, പ്രത്യേകിച്ച് സഹോദരിമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. എന്തെങ്കിലും ഒരു വിഷയവുമായി നമ്മൾ ഇടപെടുമ്പോ ആരെങ്കിലും പറയും സിഹറുണ്ട്, ആരെങ്കിലും പറയും അവിടെ പിശാചിന്റെ ഉപദ്രവമുണ്ട് നിങ്ങൾക്ക്. അത് അറിയുന്നവനും അറിയാത്തവരുമുണ്ട് ഈ വിഷയത്തിലൊക്കെ. അല്ലെങ്കിൽ പറയും സർപ്പത്തിന്റെ ശാപമുണ്ട്, എന്നിട്ട് ആ ശാപം പോകണമെങ്കിൽ ഇന്നാലിന്ന സ്ഥലത്ത് കൊണ്ടുപോയി നേർച്ച ചെയ്യണം. അതോ ശറഅ അംഗീകരിക്കുക, അള്ളാഹുവിന്റെ ഇബാദത്തിനോട് ഘടകവിരുദ്ധമായ ആരാധന നടക്കുന്ന ഒരിടത്തേക്ക് പോകാൻ വേണ്ടി പോകാൻ പറയുന്നവർ എത്ര വലിയ ശൈത്താന്മാരാണ്. അവരിനി എന്തൊക്കെ തലപ്പാവ് കെട്ടിയാലും ഷിർക്കിലേക്ക് പോകാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് പൈശാചികമാണ്. ഒരു മുസ്ലിമിനത് പാടില്ല. എല്ലാ മതവിശ്വാസികളോടും ബഹുമാനമുള്ളവരാ മുസ്ലിമീങ്ങൾ, എല്ലാ മതവിശ്വാസികളോടും. നമ്മുടെ നാടിലൂടെ സ്വാമിമാര് പോകുന്നുണ്ട്, അയ്യപ്പ ഭക്തന്മാർ. നിങ്ങൾ അവർക്ക് ചോറ് കൊടുത്തോളൂ, ഭക്ഷണം കൊടുത്തോളൂ, അന്നം കൊടുത്തോളൂ, സഹായം ചെയ്തോളൂ, അവർക്ക് ടോയ്ലറ്റ് പോവാൻ സൗകര്യം ചെയ്തു കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. വ്യക്തികളെയാണ് നമ്മൾ സഹായിക്കുന്നത്. ആരാധനയെ സഹായിക്കാൻ ദീനിൽ പാടുള്ളതല്ല. ആരാധനയെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ ചൊല്ലുകയും അള്ളാഹുവേതര ദൈവങ്ങളെ ആരാധിക്കപ്പെടുന്നിടത്തേക്ക് നേർച്ച ചെയ്യണമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങൾ പറത്തിയിട്ടിട്ട് പോവുക, എന്നിട്ട് അവിടെ സുജൂദും ചെയ്യുക. അവിടെ പറയുന്ന കർമ്മങ്ങൾ ചെയ്യിക്കുമ്പോൾ അവർ ചെയ്യും. ഏതായി കർമ്മം? അള്ളാന്റെ മസ്ജിദാണോ ഇത്? അല്ല. അള്ളാഹു എന്ന പേര് പോലും വിളിക്കപ്പെടാത്ത സ്ഥലങ്ങൾ. അവിടെ ചെന്ന് അവരുടെ ആരാധനകളുടെ ഭാഗമായി നേർച്ചയും പൈസയും കൊടുത്ത് ക്യാമ്പ് ചെയ്ത് 2-3 ദിവസം നിന്ന് എന്തിനെന്നറിയോ? സർപ്പത്തിന്റെ ശാപം പോകാൻ, അത്ര പിശാചിന്റെ ശാപം പോകാൻ. ആ പോകുമ്പോഴേക്കും മുശ്രിക്കത്തായിട്ടല്ലേ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടല്ലേ തിരിച്ചു? മുർത്തദല്ലേ? ഇസ്ലാം എന്ന് പുറത്തു പോവില്ലേ? മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ
ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈരേഖ നോക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയാൽ, ഹദീസ് സ്വഹീഹാൻ, നമ്മുടെ ആലിമീങ്ങൾ ഹദീസ് എടുത്ത് ചർച്ച ചെയ്തു. ഒരു കൈരേഖ നോക്കുന്ന ഒരാൾ പറയും, വര കണ്ടിട്ട് ഞാൻ പറയാം എത്ര ആയുസുണ്ട്, ഈ രേഖ നോക്കിയിട്ട് ഞാൻ പറയാം, ഭാവി പറയാം, ഭൂതം പറയാം എന്നാരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോയി പൈസ കൊടുത്തു, എന്റെ കൈ ഒന്ന് നോക്കിക്കേ, വെറുതെ ഒന്ന് നോക്കിപ്പിച്ചു. അല്ലെങ്കിൽ രാശി നോക്കിയിട്ട് നിങ്ങളുടെ ഭാവിയും ഭൂതവും പ്രവചിക്കുന്ന പറയുന്ന ആളുകള് അവരെ നിങ്ങൾ സമീപിക്കുകയും അയാള് പറയുന്നതാണ് സംഭവിക്കുന്നത്, ഇയാള് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, ഹബീബായ നബിക്ക് അല്ലാഹു ഇറക്കിയ, എനിക്ക് അല്ലാഹു ഇറക്കി തന്ന തൗഹീദിന്റെ ഈ ഇസ്ലാമിൽ നിന്ന് അവർ കാഫിറായിരിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാൻ. അൽ ഖാദിറുൽ മുഖ്തദിർ, ഖലാഉം ഖദറും എന്ന് പറഞ്ഞത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാ. ഈമാൻ കാര്യത്തിലെ അവസാനത്തെ റുക്ൻ എന്താണ്? അൽ ഈമാനു ബിൽ ഖലാഇ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ആകാശത്തെവിടെയോ കിടക്കുന്ന ഒരു നക്ഷത്രവും നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കുന്നില്ല. നിങ്ങളുടെ കൈരേഖയോ നിങ്ങളുടെ രാശിയോ ഒന്നുമേ നിങ്ങളുടെ ഖദറും ഖലാഉം നിശ്ചയിക്കുന്നതല്ല. ആരാ നിശ്ചയിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലു. ഇത് വിശ്വസിച്ചാലല്ലേ മുഅ്മിനാവുള്ളൂ, ഇത് വിശ്വസിച്ചാലല്ലേ ഈമാൻ കാര്യം പൂർത്തിയാവുള്ളൂ. അതിന് വിരുദ്ധമല്ലേ ഇത്? ഹോറോസ്കോപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ആസ്ട്രോളജി എന്ന് പറയും. രാശി നോക്കുക ഹറാമാണ്, പഠിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ്. സിഹർ പോലെ ഗുരുതരമായ തെറ്റാണത്, അതിലേറെ വലുതാണത്. ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി നടക്കുക ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ. എല്ലാ മതവിശ്വാസികളും അവരവരുടെ മതം ഏറ്റവും നല്ല മതമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഒരു പൗരന് നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട്, അർഹതയുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ഒരു മുസ്ലിം അവരുടെ ഇസ്ലാമിന്റെ വിശ്വാസം മനസ്സിലാക്കണം. മുസ്ലിമിന് ഇസ്ലാം ബോധ്യപ്പെടണം, ഹൈന്ദവ സഹോദരന് ഹൈന്ദവത ബോധ്യപ്പെടണം, ക്രിസ്ത്യാനിസം പഠിക്കണം, ജൂതമതം പഠിക്കണം. അവരവരുടെ ആശയങ്ങളിൽ അവർ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ ഷിർക്കിന്റെ ഇബാദത്തുകളിലേക്ക് 80% വരുന്ന ഓഡിയൻസിൽ 80% മുസ്ലിം നാമധാരികളായ ആളുകളാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് എത്ര ദുഃഖകരമാണ്. ഇത്രയും വലിയ ഇൽമും ദീനും മദ്രസയും വാദും നടക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളായ പെണ്ണുങ്ങൾ പർദ്ദയും ധരിച്ചിട്ട് സിഹിർ പോക്കാനെന്നും പറഞ്ഞിട്ട് മറ്റു ആരാധനാലയങ്ങളിലേക്ക് കയറിച്ചെന്ന് ചുറ്റുകയും കറങ്ങുകയും തവാഫ് ചെയ്യുകയും സുജൂദ് ചെയ്യുകയും നേർച്ചയാക്കുകയും ചെയ്തിട്ട് കടന്നു വരുന്ന വരവ് ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടാണ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞോളൂ. ഇതുവരെ അറിയാതെ ചെയ്തതാണെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. ഖുർആൻ കൊണ്ട് തീർക്കാൻ പറ്റാത്ത ഒരു പിശാചും ലോകത്തില്ല. ഖുർആൻ ഓതിയിട്ട് ഓടിക്കാൻ പറ്റാത്ത ഒരു പിശാചും അള്ളാന്റെ ഭൂമിയിലില്ല. ബാങ്ക് കേട്ടാൽ ഓടുന്ന ആളാ ശൈത്താൻ. പക്ഷേ അത് ഓതേണ്ട ആളുകളുടെ നാവിലൂടെ ഓതണമെന്ന് മാത്രം. ഏതെങ്കിലും ബോർഡും വെച്ചിട്ടേ ഇതൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് പറയുന്ന ആളുകൾ, അവർ ഈമാനുണ്ടോ? അവർക്ക് ഇൽമുണ്ടോ? ഇതൊരു ഇൽമിന്റെ വിഷയമാണ്. ഇൽമില്ലാതെ കണ്ട പുസ്തകം വായിച്ചിട്ടെങ്ങാനും അസ്മാവും ദുൽസമാത്തും പറഞ്ഞിരുന്നാൽ അവർ ചെയ്യുന്ന പണി സിഹറിന്റെ പണിയാണെന്ന് പോലും അവർക്കറിയില്ല. സിഹറിന്റെ പണിയായിരിക്കും ഈ കള്ളിക്കൂട എഴുതുന്നത്. അതിൽ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. അറിയണമെങ്കിൽ ഇൽമു വേണം, അറിവ് വേണം. ശരീഅത്തിന്റെ ഇൽമു പഠിക്കാത്ത ആളുകൾ ഇതിൽ ഇരിക്കാൻ തുനിഞ്ഞാൽ ആളുകളുടെ ഈമാനല്ലേ നഷ്ടമായി പോകുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ ദുൽമാൻ ഇതുപോലെയുള്ള ശിർക്കുകൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ ഖുർആന്റെ ആളുകളാവണ്ടേ? നമ്മൾ അള്ളാന്റെ ആളുകളിൽ റജബ് മാസമല്ലേ ഇത്? ശഅബാനും റമദാനും ആർക്കുള്ളതാ? അള്ളാന്റെ ഇബാദത്തിന് വേണ്ടി റബ്ബ് മാറ്റിവെച്ച സമയല്ലേ? അള്ളാഹുലേക്ക് നമുക്ക് മടങ്ങണ്ടേ? നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണ്ടേ? നമുക്കിവിടെ തൊട്ടടുത്തുള്ള മഹാനായ കുമ്പോൽ സാദാത്യങ്ങൾ ഇവിടെ ഉണ്ട്.
ഉസ്താദുമാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പർ കൂടിയാണ് മഹാനായ ബംബ്രാൻ ഉസ്താദ് അവர்கள். ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? അവരോടൊക്കെ വന്നൊന്ന് മന്ത്രിച്ചൂതിയാൽ മഹാനായ കുഞ്ഞിക്കോയ തങ്ങളുടെ അടുത്താണ്. അള്ളാഹുവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ കുടുംബത്തിലെ സാദാത്യങ്ങൾ, പാണക്കാട് കുടുംബം, മറ്റു സാദാത്യങ്ങൾ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ ഈ തൊട്ടടുത്ത ആരിക്കാടിയിലെ നമ്മുടെ കുമ്പോൽ സാദാത്യങ്ങളുടെ മുറ്റത്ത് ചെന്ന്, ഒന്നില്ലെങ്കിൽ അവിടുത്തെ മഹാനുടെ ഉപ്പയുടെ മഖാം അവിടെ അല്ലേ, ഒന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത്, തങ്ങളെ കണ്ടില്ല എന്ന് വിചാരിക്കാം, അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത് പോരാൻ പറയും. തങ്ങളെ കണ്ടു, ഒന്ന് ദുആ ചെയ്യണേ തങ്ങളെ, ഇതിന്റെ പ്രയാസങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളും അള്ളാഹുവിന്റെ മുഖറബീങ്ങളുമായ ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവില്ലേ? അവരെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു പരിഹാരം കാണിച്ചു തരൂലേ? അതിന് പകരം പച്ചയായി ശിർക്ക് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുക. ആരെന്ത് പറഞ്ഞാലും ഓക്കെ, ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ പോവാ. ഈ പറഞ്ഞയക്കുന്നതോ യാ അല്ലാഹ്, എത്ര ഗുരുതരമായ തെറ്റ്. അല്ലാഹു ചാല ബോധം നൽകട്ടെ. ഇന്നശ്ശിർക ലദുൽമുൻ അദീം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഖനീഭവിച്ച ഇരുട്ടുകളാണ് ദുൽമ് എന്ന് പറയുമ്പോ, ദുൽമുകളിൽ ഏറ്റവും വലിയ ദുൽമ് അല്ലാഹുവിന്റെ അധികാരത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത്, അല്ലാഹുവിന്റെ കഴിവിനെ വിശ്വസിക്കാതിരിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബെഡിൽ കിടന്നുപോയ പിശാചുബാധയേറ്റ ഒരു മനുഷ്യനെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചൂതി കൊടുത്തപ്പോ ആ മനുഷ്യൻ എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, മദീന പള്ളിയിലേക്ക് നടന്നു പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം വേറെ ആളുകളൊക്കെ വന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും രോഗിയായി. ഫാറൂഖ് തങ്ങളുടെ വഫാത്തിന് ശേഷം അന്നേരം അവിടുത്തെ ആളുകൾ വന്ന് മന്ത്രിച്ചൂതി കൊടുത്തിട്ട് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. അപ്പൊ പറഞ്ഞു, തിൽക്കൽ ഫാത്തിഹ, ഉമർ എന്നവർ ഓതിയിരുന്ന ആ ഒരു ഫാത്തിഹയുടെ മഹത്വമേ. അന്നത്തെ കാലത്തുള്ള ആളുകൾ നമ്മളെക്കാളും എത്രയോ വലിയവർ തന്നെയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അവരിൽപ്പെട്ട VIP ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് അള്ളാഹു ഇങ്ങനൊരു പണി ചെയ്യിച്ചത്. എന്തുകൊണ്ട്? സജ്ജനങ്ങളായ മനുഷ്യരുടെ നാവിൽ നിന്നും വരുന്ന ഫാത്തിഹയ്ക്ക് ഫലമുണ്ട്, അവരോതുന്ന ദുആഇന് പ്രതിഫലമുണ്ട്, അവരോതുന്ന അദ്കാറുകൾക്ക് അഫറുണ്ടായിരിക്കും. അതുകൊണ്ട് പൈശാചിക ബാധയോ സിഹർ ബാധയോ കണ്ണേറോ എന്തോ ആകട്ടെ, ശരീഅത്തിന്റെ അല്ലാഹു അംഗീകരിച്ച വിശുദ്ധ ഖുർആനും ഹദീസുകളുടെയും ഔറാദുകളുടെയും ദിക്റുകളുടെയും ഫലത്താൽ ഉപകാരപ്പെടാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ടും ഈ ലോകത്തില്ല. എല്ലാറ്റിനും പരിഹാരം അല്ലാഹുവിന്റെ കലാമിലുണ്ട്. അതറിയുന്ന ആളുകളെ തേടി പിടിക്കണമെന്ന് മാത്രം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. പുണ്യനബിയെ പറഞ്ഞു കൊടുക്കണേ ജനങ്ങൾക്ക്. വനുനസ്സിലു മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഇറക്കി തരുന്നുണ്ട്. മാ ഹുവ ശിഫാഉം വറഹ്മ, മുഅ്മിനീങ്ങൾക്ക് ശിഫയും അവർക്ക് റഹ്മത്തും ഈ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ കലാമല്ലേ പറയുന്നത്. ജനങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ട് ഇതില്, ശരീരത്തിന് ശിഫയുണ്ട്, മനസ്സിന് ശിഫയുണ്ട്, ഖൽബിന് ശിഫയുണ്ട്. വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട് ഇവിടെ വിശുദ്ധ ഖുർആനിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ഖുർആനിൽ ശിഫയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടനെ പറയുന്ന ളാലിമീങ്ങൾ അവരാരാണ്? അക്രമികൾ, വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാതിരിക്കുന്നവര്, വിശുദ്ധ ഖുർആനിന്റെ ശിഫയെ ബോധിക്കാതിരിക്കുന്നവര്. ഇല്ലാ ഖസാറാ, അവർക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. സമ്പത്തിന് നഷ്ടം, ആരോഗ്യം നഷ്ടം, സമയം നഷ്ടം, ഈമാൻ നഷ്ടം. ഈ നഷ്ടമല്ലാതെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് അവർക്കാണ് ലാഭം. അത് അംഗീകരിക്കാത്ത ളാലിമീങ്ങൾ
വാലിമീങ്ങൾക്ക് നഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒരു ചികിത്സയുടെ പേരിലും ഒരാത്മീയ ചികിത്സയുടെ പേരിലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിലേക്ക് പോകരുത്. പെണ്ണുങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദൗർബല്യങ്ങളുണ്ട്, നിങ്ങൾ പെട്ടെന്ന് പേടിക്കുന്നവരാണ്, നിങ്ങൾ പെട്ടെന്ന് കരയുന്നവരാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടാതെ വരും. ഓടാൻ പറഞ്ഞാൽ ഓടും, അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു, ചെയ്യാൻ പറഞ്ഞത് ബുദ്ധിയില്ലാതെ ചെയ്തു പോകരുത്. ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്ക് എത്തിപ്പോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദുൽമുകളിൽ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. ഏറ്റവും വലിയ ദുൽമുകളിൽപ്പെട്ട മറ്റൊന്ന് അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി പണി കഴിക്കപ്പെട്ട മസ്ജിദുകൾ. മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ എത്രയോ മസ്ജിദുകൾ, മനോഹരമായ മുനാരങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളായി നമ്മുടെ നാടുകളിൽ വളരെ പ്രശോഭിച്ചു നിൽക്കുന്നുണ്ട്. എത്ര മനോഹരമായ മസ്ജിദുകൾ. മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. മനോഹരമായ പള്ളികൾ, പക്ഷേ ഇബാദത്തിന് ആളുകളില്ലാതെ വരുന്നത്, ആളുകൾ കുറഞ്ഞു പോകുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് എന്ന് നബി ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്താതിരിക്കട്ടെ. നമ്മുടെ മസ്ജിദുകളെ സജീവമാക്കണം ഇബാദത്ത് കൊണ്ട്. വമൻ അദ്ലമു, മസ്ജിദുകളുമായി ബന്ധപ്പെട്ട അല്ലാഹു ഒരു ദുൽമ പറയുന്നുണ്ട്. മനുഷ്യന് സംഭവിച്ചു പോകുന്നത്, സംഘടനാ സങ്കുചിതം കൊണ്ട് സംഭവിച്ചു പോകുന്നത്, രാഷ്ട്രീയപരമായ വൈരാഗ്യങ്ങളെ കൊണ്ട് വന്നു പോകുന്നത്, വ്യക്തിപരമായ വൈരാഗ്യങ്ങളെ കൊണ്ട് വന്നു പോകുന്നത്, പള്ളി കമ്മിറ്റികളുടെ, മഹല്ല് സംവിധാനങ്ങളുടെ, അതിന്റെ വക്താക്കളുടെ ഇടപെടലുകളെ കൊണ്ട് സംഭവിച്ചു പോകുന്നത്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ. മസ്ജിദുകളെ സംബന്ധിച്ചറിയണം, ആര് ഉണ്ടാക്കിയാലും അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന മസ്ജിദുകൾ, അതിന്റെ അധികാരം, മിൽക്ക്, ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പള്ളി ഉണ്ടാക്കിയത് ഏതോ കമ്മിറ്റിക്കാരാകാം, സംഘടനകളാകാം. പള്ളി വഖഫായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ മിൽക്കിയത്ത്, അതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നറിയോ? അല്ലാഹു ജല്ല ജലാലുവിൻ്റെതാണത്. നടത്തിപ്പാണ് കമ്മിറ്റിക്കാരെന്ന് പറയുന്നത് അതിന്റെ നടത്തിപ്പുകാരാണ്. അതിന്റെ ഉടമസ്ഥാവകാശം, പള്ളിയുടെ അധികാരം എന്റേത് എന്ന് പറയാൻ ഒരാൾക്കും പാടില്ലാത്തതാണ്. ആ പള്ളിയുടെ ഉടമസ്ഥാവകാശം അല്ലാഹുവിന് ആണ്, റബ്ബ് തആലക്ക് വേണ്ടി മാത്രമാണ്. അല്ലാഹുവാണ് അതിന്റെ മാലിക്. ഇന്നൽ മസാജിദ ലില്ലാഹ് വ അന്നൽ മസാജിദ ലില്ലാഹ്. അല്ലാഹുവിനുള്ളതാണ് മസ്ജിദ്, അല്ലാഹുവിനുള്ളതാണ് മസ്ജിദ്. അതുകൊണ്ട് ഏതെങ്കിലും വൈരാഗ്യത്തിന്റെയോ സംഘടനാ സങ്കുചിതത്വത്തിന്റെയോ പേരിൽ ഒരു ജുമുഅക്കോ ഒരു ജമാഅത്തിനോ ഒരു പെരുന്നാളിനോ റമളാനിനോ എപ്പോഴോ ആകട്ടെ മസ്ജിദുകളുടെ മുറ്റത്ത് കലഹങ്ങൾ ഉണ്ടാകുന്നത് അപകടമാണ്. പിശാച് നമ്മുടെ അമലുകളെ മുഴുവൻ ചോർത്തിയെടുക്കാൻ അവൻ ചെയ്യുന്ന പണിയാണത്. അതുവരെ നമ്മൾ പള്ളിക്ക് വേണ്ടി ബക്കറ്റ് വെച്ച് നടന്ന് പിരിച്ചെടുത്തതും, അതുവരെ പള്ളിക്ക് വേണ്ടി ത്യാഗം ചെയ്തതും, മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ച വിയർപ്പുതുള്ളികളും നാണയത്തുട്ടുകളും എല്ലാം ഒരു നേരത്തെ കലഹം കൊണ്ട്, കലാപം കൊണ്ട്, അല്ലെങ്കിൽ കശപിശ കൊണ്ട്, മിമ്പറിൽ കയറിയ
ഖുതുബ നിർവഹിക്കാൻ പോകുന്ന ഖതീബുമാരെ പിടിച്ച് താഴെയിടുന്നതും നിസ്കരിക്കാൻ വേണ്ടി മെഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന ഇമാമുമാർക്ക് നേരെ ഉന്തും തള്ളുമുണ്ടാകുന്ന വിധമൊക്കെ വളരെ ദൗർഭാഗ്യകരമായ വിഷയങ്ങൾ ചില നാടുകളിലെങ്കിലും ചുരുങ്ങിയതാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആയത്തിന്റെ പരിധിയിൽ വരും. വമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു, അല്ലാഹുവിന്റെ മസ്ജിദിൽ അവന്റെ നാമം ഉച്ചരിക്കാൻ സമ്മതിക്കാത്തവരെക്കാളും ഏറ്റവും വലിയ ദുൽമ ചെയ്യുന്നവനാരാണ്? ഈ ഉമ്മത്തിന്റെ മസ്ജിദുകൾക്ക് മേൽ കൈവെക്കുന്ന ഏതൊക്കെയോ മറ്റു മതവിശ്വാസികളുടെ പേരിൽ അവർ മതമില്ലാത്തവരാണെന്നാണ് ഞാൻ പറയാ. മതമില്ലാത്തവരാണവർ. ഹൈന്ദവ മതത്തിന്റെ പേരിലൊക്കെ അവർ വെച്ച് കിട്ടുന്നത് ആ മതത്തെ വെറുതെ നാണം കെടുത്താനാണ്. ഒരു പക്ഷേ ആ മതവിശ്വാസത്തിന്റെ ഒരു പ്രമാണവും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ വെറും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടുകളിലെ മസ്ജിദുകളെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ദുൽമിന്റെ വശത്തേക്കല്ല ഞാൻ പോകുന്നത്. അത് ഗുരുതരമായതും അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ പേടിച്ചുകൊണ്ടേ അവർക്ക് കാലെടുത്ത് വെക്കാൻ പാടുള്ളൂ. ലഹും ഫിദ്ദുന്യാ ഖിസ്യുൻ, ഈ ലോകത്ത് നിന്ദ്യതയും നിസ്സാരതയും അവരനുഭവിക്കേണ്ടി വരും. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. പരിശുദ്ധമായ ബാബരി മസ്ജിദ് അടക്കമുള്ള ഏതെല്ലാം മസ്ജിദുകളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ വിഷയത്തിൽ കിടക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം വഴിമാറുകയാണ്. അത് അവരായി, അവരുടെ ആഖിറമായി. മുഅ്മിനീങ്ങളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ കൈകളിലും നമ്മുടെ അധികാരത്തിലും നമ്മുടെ പരിരക്ഷയിലും വരുന്ന വിഷയങ്ങളിൽ പോലും നിസ്സാരമായ കമ്മിറ്റി ആരാവണം എന്നൊരു വിഷയത്തിൽ, ആര് ഭരിക്കണം എന്ന വിഷയത്തിൽ എന്തൊക്കെ തർക്കങ്ങളുണ്ടെങ്കിലും മസ്ജിദിന്റെ അകത്ത് ഒരു നിലക്കും ഒരു കശപിശയോ അപശബ്ദങ്ങളോ വരാൻ പാടുള്ളതല്ല. അതൊക്കെ നിസ്കാരം കഴിഞ്ഞ് ചർച്ച ചെയ്തോളൂ, ഖുതുബ കഴിഞ്ഞ് ചർച്ച ചെയ്തോളൂ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ. അള്ളാഹുവിന്റെ മസ്ജിദ് ശണ്ട കൂടാനുള്ളതല്ല. അള്ളാഹുവിന്റെ മസ്ജിദ് ശകാരിക്കുവാനോ തെറി വിളിക്കുവാനോ ആളുകളെ പ്രഹരിക്കുവാനോ അടിപിടി കൂടാനോ ഉള്ള സ്ഥലമല്ല. ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന പണിയായിരിക്കും അത്. ഒരു നേരത്തെ ദേഷ്യം, ഒരു നേരത്തെ വൈരാഗ്യം, ഒരു നേരത്തെ ആവേശം കൊണ്ട് നമ്മുടെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിലും വലിയ പരാജിതർ പിന്നെ ആരാണ്? ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ് ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറൂ ഫീഹാ. പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുന്ന ഒരു വലിയൊരു ചിന്തയാണത്. സൂറത്തുൻ നിസാ. അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി, അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിനെ ബോധിക്കാനും വേണ്ടി നിയുക്തരായ ആളുകളാണ് നമ്മൾ. ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം നാളെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള യാത്രക്ക് പാഥേയം ഒരുക്കലാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം നാളെ റബ്ബിനെ ഒന്ന് നേരിട്ട് കാണണം എന്ന മോഹമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം ഹബീബായ നബി തങ്ങളുടെ ഒരു കൈപിടിക്കണം, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കണം, അവിടുത്തെ സുംറത്തിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ കൂടെ നിൽക്കണം. അല്ലാഹുവേ എല്ലാം സാധിപ്പിച്ചു തരണേ തമ്പുരാനേ. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ നിലനിൽക്കുന്ന പഞ്ചായത്തിലോ നമ്മുടെ ജില്ലയിലോ നമ്മുടെ വാർഡിലോ നമ്മുടെ മഹല്ലത്തിലോ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കാത്ത വിധമുള്ള ഏതെങ്കിലും വർഗീയമായ വിഷയങ്ങളോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇബാദത്തിന് തടസ്സം വരാതെ തൊട്ടടുത്ത ഒരു മഹല്ലിലേക്കോ നാടിലേക്കോ ജില്ലയിലേക്കോ സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ നാട് വിട്ടുകൊണ്ടെങ്കിലും നിങ്ങളുടെ ദീന് സംരക്ഷിക്കാൻ കഴിയുന്നൊരു ചുറ്റുപാട് ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല എന്ന് മലക്കുകൾ ചോദിക്കുന്നൊരു രംഗമാണിത്.
ശുദ്ധ ഖുർആൻ നോക്കൂ, സൂറത്തുൻ നിസാ 97-ാമത്തെ ആയത്താണിത്. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം. സ്വന്തത്തോട് ദുൽമ ചെയ്തവർ, ദുൽമ അതാണ് നമ്മുടെ ചർച്ചയുടെ ആകത്തുക. സ്വന്തത്തോട് ദുൽമ ചെയ്ത ആളുകളെ അള്ളാഹുവിന്റെ മലക്കുകൾ റൂഹ് പിടിക്കുമ്പോൾ, അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ റൂഹ് പിടിക്കുമ്പോൾ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാൽ എന്താ അല്ലേ? പാട്ടപ്പിരിവൊന്നുമില്ല, നമുക്ക് കെട്ടിപ്പിരിവൊന്നുമില്ല, ഉണ്ടോ? صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുറക്കെ ചൊല്ലിക്കോളൂ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മൾ ഈ പറയുന്ന ആയത്തിന്റെ വിവക്ഷ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് മനുഷ്യന്മാർ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു കാലമാണിത്. കഴിഞ്ഞൊരു വർഷം ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ചെയ്ത് ഇന്ത്യക്കാരാണെന്നാ പറയാം. ഏറ്റവും കൂടുതൽ UK-യിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേഷൻ ചെയ്ത് കയറിപ്പോയത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. ഒരുപാട് ആളുകൾ കയറിപ്പോയി, എന്നൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ നമ്മൾ ചെന്നുപെടുന്ന ഒരു നാട്, ആ നാട്ടിൽ ദീനിന്റെ ശിആർ ഇല്ലാതിരിക്കുകയും ചിലപ്പോ ബാങ്ക് വിളി പോലും കേൾക്കില്ല. എത്രയോ പള്ളികളുണ്ടാവും, പള്ളി കാണൂല, ഒരു വാങ്കും പുറത്ത് കേൾക്കൂല. അങ്ങനത്തെ നാടുകളുണ്ട്. ചില ആളുകൾക്ക് ആ ഒരു അടയാളങ്ങൾ കാണാതിരുന്നാൽ നിസ്കാരം മറന്നു പോകുന്ന ആളുകളുണ്ട്. ഇപ്പൊ UK-യിലൊക്കെ ലണ്ടൻ സിറ്റിയിൽ ഒരുപാട് പള്ളികളുണ്ട്, പക്ഷെ ഒരൊറ്റ പള്ളിക്ക് മുനാരം കാണൂല, അപൂർവം പള്ളികൾക്ക് കാണൂ. ടൗണിലൊക്കെ പള്ളികളുണ്ട്. ഖത്തർ ഗവൺമെന്റിന്റെയും UAE-യുടെയും സൗദിയുടെയും ഒക്കെ കോൺസുലേറ്റുകളൊക്കെ നടത്തുന്ന എത്രയോ മസ്ജിദുകൾ ഓരോ ബിൽഡിങ്ങിലും കാണും, ബേസ്മെന്റിലും മെസനിൻ ഫ്ലോറിലൊക്കെ. പക്ഷേ അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴേ ഇവിടെ പള്ളിയുണ്ടെന്ന് കാണുള്ളൂ. അതിന് ഒരു ബാങ്കോ ഒരു വർത്തമാനോ ഒന്നും പുറത്തേക്ക് കേൾക്കൂല. ഉള്ളിൽ ചെന്ന് നോക്കിയാൽ നിറയെ ആളുകൾ ഉണ്ടാവും, മാഷാ അല്ലാഹ്. പക്ഷേ നമുക്ക് പള്ളികൾ മിനാരങ്ങൾ കാണൂല. ജുമുഅ നടക്കുമ്പോൾ സമയം നോക്കണം, അങ്ങനെ ചെന്നാലേ ജുമുഅ കിട്ടുള്ളൂ. പുറത്തേക്കൊന്നും ഒരടയാളവും കാണൂല. നല്ല ബാങ്ക് വിളിക്കുന്ന മസ്ജിദുകളുണ്ട് അവിടെ. വലിയൊരു ഈസ്റ്റ് ലണ്ടനിലെ ഒരു വലിയ മസ്ജിദുണ്ട്, അത് ബംഗ്ലാദേശുകാരാ. നമ്മൾ ബംഗാളി എന്ന് പറയില്ലേ, അവിടെ ഒരു വില കാണണമെങ്കിൽ അവിടെ ഈസ്റ്റ് ലണ്ടനിൽ പോകണം. എന്താ സെറ്റപ്പ്! നല്ല വിദ്യാഭ്യാസമുള്ള ബംഗാളികൾ, നല്ല വിദ്യാഭ്യാസവും സമ്പത്തും. ഹറം ചെന്ന പോലെ മക്കയിലൊക്കെ പള്ളിയിൽ ഇമാമൊക്കെ ഓതുന്ന പോലെ തറാവീഹൊക്കെ കാണണം. റോഡൊക്കെ നിറഞ്ഞ് കവിഞ്ഞ്. ആ മസ്ജിദ് ഞങ്ങൾ ഒരിക്കൽ നിസ്കരിക്കാൻ പോയി. പിന്നെ അവർ പറഞ്ഞ് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്, തൊട്ട് ബാക്കിൽ ഒരു ചർച്ചുണ്ട്, ആ ചർച്ച നമുക്ക് വാങ്ങിക്കണം, ഫണ്ട് വേണമെന്ന്. പിറ്റത്തെ കൊല്ലം നോക്കുമ്പോൾ ഒരു വാങ്ങിച്ചിട്ടുണ്ട് ആ ചർച്ച്. അത്രയും നല്ല ഫണ്ടുണ്ട്. വളരെ കയറി ചെല്ലുന്ന മുഴുവൻ ആളുകൾക്കും ലീഫ്ലെറ്റുകളും സൗകര്യങ്ങളും സക്കാത്തിന്റെ വിഷയങ്ങൾ, കൗൺസിലിംഗ് ചെയ്യാൻ, ഇമാമിനോട് സംസാരിക്കാൻ, ഫത്വ ചോദിക്കാൻ ഒക്കെ കൗണ്ടറുകൾ. എന്തൊരു മനോഹരമായ സംവിധാനം! ഒക്കെ നടത്തുന്നത് ബംഗ്ലാദേശുകാരാണ്, അവിടുത്തെ ബിസിനസ്സുകാർ. മാഷാ അല്ലാഹ്. ഞാൻ പറയുന്നത്, മൈഗ്രേറ്റ് ചെയ്ത് ഇസ്ലാമിന്റെ അടയാളങ്ങളോ നിസ്കാരത്തിന്റെയോ ഇബാദത്തിന്റെയോ സൗകര്യങ്ങളോ ഒന്നും കാണാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. സാധാരണ ഒരു ബോട്ടിൽ വെള്ളം, അവിടെയൊക്കെ റെസ്റ്റോറന്റുകളിൽ വൈന് വിൽക്കൽ നിർബന്ധം. വൈന് വിറ്റില്ല ലൈസൻസ് കിട്ടൂല, കള്ള് വിൽക്കണം. വൈനാണെങ്കിലോ പച്ചവെള്ളത്തേക്കാൾ വില കുറവാണ്. നോക്കണം, വല്ലാത്ത ഫിത്തന നോക്കണം. സാധാരണ മിനറൽ വാട്ടറിന് 2 പൗണ്ട് ആണെങ്കിൽ, ഉദാഹരണം പറയാം, അതിന് 1.5 ഉണ്ടാവുള്ളൂ, അര പൗണ്ട് കുറവായിരിക്കും.
അങ്ങനെ വരുമ്പോൾ മനുഷ്യന്മാര് ഈമാൻ കുറഞ്ഞവർ എന്തിനാ പിന്നെ അരപ്പൗണ്ട് ഏറെ കൊടുക്കും, പൗണ്ട് നാട്ടിലേക്ക് കൂട്ടി എത്ര പൈസയായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വാങ്ങിച്ചു പോകും. സുലഭമാണ് മനുഷ്യന്റെ പേഴ്സണൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ആർക്കും എങ്ങനെയും നടക്കാൻ പറ്റുന്ന ഒരു ലോകം. അങ്ങനെ നിസ്കരിക്കാതെയും ഇസ്ലാമിന്റെ ഷിആറുകൾ കാത്തു സൂക്ഷിക്കാതെയും പെൺകുട്ടികൾ ഹിജാബുകൾ വലിച്ചൂരിയും നടക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുമ്പോൾ, ജോർജിയയിലേക്കും മറ്റൊക്കെ മെഡിക്കലിന് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നുണ്ട് അല്ലേ, അർമീനിയയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് പോയിട്ട് പറയാ, മെഡിക്കൽ സയൻസിന് അവിടെ ഫീസ് കുറവാണെന്നത് ശരി തന്നെയാണ്, പക്ഷെ അവിടുത്തെ ഹോസ്റ്റൽ ബോയ്സും ഗേൾസും ഒരുമിച്ചാണ്, ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളത് കാണില്ല, ആരും അവിടെ വന്നു നോക്കുന്നില്ല. ഏജൻസികൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഇത്ര ലക്ഷമേ ഉള്ളൂ, ഓ നാട്ടിലേത് കൂട്ടി നോക്കുമ്പോൾ ഇവിടെ 1.5 കോടി കുറവാണല്ലോ, അല്ലെങ്കിൽ 3/4 കോടി കുറവാണല്ലോ, 1/2 കോടി കുറവല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞയക്കുന്നത്. പക്ഷേ അവരുടെ ഹോസ്റ്റൽ സംവിധാനങ്ങളും അവിടുത്തെ സംസ്കാരവും മനുഷ്യന് ഒരു തരം ഫ്രീഡം നൽകുമ്പോൾ ഇടുങ്ങിയൊരു ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നവർ ആ ഫ്രീഡത്തിലേക്ക് അങ്ങോട്ട് എടുത്തു ചാടും. പിന്നെ അവർ കോലം മാറും. നാട്ടിലേക്കൊക്കെ വന്നവർ പക്ഷേ ലാൻഡ് ചെയ്തിട്ടായിരിക്കും കുപ്പായൊക്കെ മാറ്റുന്നത്, നല്ല വൃത്തിയുള്ള വസ്ത്രവും നിഖാബും ഹിജാബും ഒക്കെ ഇടുന്നത്. അതുവരെ അവരെന്തായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഹിദായത്ത് അള്ളാഹു അടിയുറപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് നല്ല സൗഹൃദങ്ങൾ നൽകട്ടെ. ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു ഒരുക്കി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ മലക്കുകൾ റൂഹിനെ പിടിക്കുമ്പോൾ സ്വന്തം ശരീരങ്ങളോട് ദുൽമ ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ലാതെ വഴിവിട്ട് ജീവിച്ച ആളുകൾ, പലിശ ഇടപാടുകൾ സുലഭമാണ്, പേഴ്സണൽ ബന്ധങ്ങൾ, മനുഷ്യന്റെ പ്രൈവസിക്ക് ഭയങ്കരമായ പ്രൊട്ടക്ഷനുള്ള ഒരു ലോകമാണ് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ. അതിൻ്റെതായ നല്ല വശമുണ്ട്, അതിൻ്റെതായ മോശം വശവുമുണ്ട്. വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ നമ്മുടെ നാട് ചർച്ച നടക്കുന്നില്ലേ? രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അയാൾ പറയുന്നുണ്ട് വസ്ത്രവിധാനത്തിൽ സഭ്യത വേണം. അപ്പൊ അവതാരകന്മാർക്കാണ് അതിലും വലിയ ആവേശം. എന്ത് സഭ്യത വേണ്ടത്, എന്ത് സഭ്യത കുറവാ ഉള്ളത്? അപ്പൊ രാഹുൽ ഈശ്വറിന് അയാളുടെ മതവിശ്വാസങ്ങളോ ആദർശങ്ങളോ വെച്ച് പറയാൻ പരിധിയുണ്ട്. ഇസ്ലാമിൽ നമുക്ക് പറയാൻ പറ്റും എങ്ങനെ ഒരു പെണ്ണിന്റെ വസ്ത്രവിധാനം, അവൾ ചുറുക്കുണ്ടോ ഇല്ലേ, ഭംഗിയുണ്ടോ ഇല്ലേ എന്നതല്ല, ഒരു പെണ്ണാണോ ആണും പെണ്ണും കണ്ടുമുട്ടുന്നിടത്ത് അവരുടെ ഹോർമോണുകൾ നമ്മളൊന്നും എഞ്ചിനല്ല, നമ്മളൊന്നും ബോധമില്ലാത്ത സാധനങ്ങളല്ല. മനുഷ്യൻ വികാരവും വിചാരവും തോന്നലുകളുമുള്ള ആളുകളാണ്, ആണായാലും പെണ്ണായാലും. അതുകൊണ്ട് ഇസ്ലാം ചില മാനദണ്ഡങ്ങൾ വെച്ചു. എന്തു പറഞ്ഞു? ഒരു പെണ്ണിന്റെ ശരീരം അവൾ മുഴുവൻ മറക്കണം എന്ന്. ആ മറക്കുകയാണെങ്കിൽ പോലും ശരീരത്തിന്റെ തൊലി നിറം കാണിക്കുന്നതും ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും അവയവങ്ങളുടെ വണ്ണവും വലുപ്പവും എടുത്തു കാണിക്കുന്നതുമായ വസ്ത്രം ഒരു പെണ്ണിന് ധരിക്കൽ ഹറാമാണ് ഇസ്ലാമിൽ. ഇതിപ്പോ രാഹുൽ ഈശ്വറിനെ മസല പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അവതാരകന്മാർ ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ട് പറയുന്നുണ്ട്, ഒരു സോഷ്യൽ വിചാരണയ്ക്ക് വിധേയമാക്കണം ആളുകൾ പറയുന്നതും ആളുകളുടെ വസ്ത്രവിധാനവും. പക്ഷേ ഒരു തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ എന്താ കുഴപ്പം, മറക്കേണ്ടതൊക്കെ മറച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, മറക്കേണ്ടത് മറച്ചാൽ മാത്രമായോ? മനുഷ്യന്റെ ബുദ്ധിപരമായ ധൈഷണികമായ ഒരു തലത്തിൽ നിന്ന് മനുഷ്യനെ വികാരത്തിന്റെ ഒരു തലത്തിലേക്ക് മാത്രം മാറ്റിവിടാൻ നോട്ടവും കാഴ്ചയും മാത്രം മതി. അതൊന്നും മനുഷ്യന് പറയുമ്പോ മനുഷ്യനങ്ങ് മോശമായി പോകല്ല. മനുഷ്യനെ പടച്ചത് അങ്ങനെയാണ്, അത് നിയന്ത്രിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മുഅ്മിനീങ്ങളോട് പറയണേ, കണ്ണുകൾ ചിമ്മണം. വിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, കണ്ണുകൾ ചിമ്മണം. ഇനി ഏതെങ്കിലും നടിയാവട്ടെ, നടിയാവാത്ത ആളാകട്ടെ, സെലിബ്രിറ്റി ആവട്ടെ, അല്ലാത്തതാവട്ടെ, മനുഷ്യൻ കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. പെണ്ണുങ്ങളോടും പറഞ്ഞു, നിങ്ങൾ വഴിവിട്ട് നോക്കുന്ന നോട്ടങ്ങൾ ഉണ്ടാകരുത്. മനുഷ്യനോടാണ് ഖുർആൻ സംവദിക്കുന്നത്, കല്ലുകളോടല്ല. അതുകൊണ്ട് മനുഷ്യന് വികാരമുണ്ടെന്ന് അല്ലാഹുവിനറിയാം. മനുഷ്യനിൽ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്, റബ്ബിനറിയാം. അതുകൊണ്ട് അല്ലാഹു നിയന്ത്രണങ്ങൾ വെച്ചു. ആ നിയന്ത്രണങ്ങളെ കൃത്യമായി വിവരിക്കാൻ ഇസ്ലാമിക സംസ്കാരത്തിന് പറ്റും. നമുക്കതിലെ നിയമങ്ങളുണ്ട്. ഏത് വസ്ത്രം പാടുണ്ട്, പാടില്ല, ഏതൊക്കെ മറക്കണം,
ആരുടെ മുമ്പിലൊക്കെ എവിടെയൊക്കെ പ്രദർശിപ്പിക്കാം ഒരു പെണ്ണിനെ? മഹ്റമിന്റെ മുമ്പിലെ വസ്ത്രവിധാനം ഏതാണ്? മഹ്റമല്ലാത്ത ഒരാളുടെ മുമ്പിലെ വസ്ത്രവിധാനം ഏതാ? നമുക്ക് നിയമങ്ങളുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു വല്ലാത്ത വായു ശ്വസിക്കാൻ വെമ്പൽ കൊണ്ട് ഓടിച്ചെല്ലുന്ന നാടുകളിൽ വസ്ത്രവിധാനങ്ങൾ സഭ്യതയില്ലാത്തതായി മാറുന്നത് പോലും അവരറിയില്ല. ഇതിന് സഭ്യതയില്ല എന്ന് പോലും അവർക്ക് ഇതിനെന്താ കുഴപ്പമെന്നാ ചോദിക്കുക. നോക്കുന്ന നിങ്ങൾക്കല്ലേ കുഴപ്പമെന്ന്. വസ്ത്രവിധാനങ്ങൾ ശ്രദ്ധിക്കണം, വസ്ത്രവിധാനങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ഒരു പെണ്ണ് ഏത് വസ്ത്രവിധാനത്തിൽ വന്നാൽ പോലും മനുഷ്യൻ നോട്ടം നിയന്ത്രിക്കുകയും പറയുന്നവർ വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നതും ഇസ്ലാമിന്റെ നിയമം തന്നെയാണ്. ഇതൊക്കെ ഒരു പക്ഷേ കേരളത്തിലോ ഇന്ത്യയിലോ നമ്മൾ നിന്നുകൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെ ഒരിക്കലും നിയന്ത്രണങ്ങളിലൂടെ നിയന്ത്രിച്ചുകൊണ്ട് സംസാരിക്കാൻ പ്രയാസമായിരിക്കും. മതത്തിന്റെ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ നമുക്കതിന് പറയാൻ കഴിയും. ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ നമുക്ക് പറയാം ഇത് ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ്. അല്ലാതെ വെറുതെ സ്വതന്ത്ര ചിന്തകരൊക്കെ അതിലെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? കുഴപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടും. എന്താണ് കുഴപ്പമെന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നല്ലോ അത്. അപ്പോ ഞാൻ പറയുന്നത് ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം, ഇസ്ലാമിക സംസ്കാരമുള്ള നാട്ടിൽ നിന്ന് ആ സംസ്കാരമില്ലാത്ത നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണിത്. ഈ ആയത്തിന് ഇന്ന് പ്രസക്തിയുണ്ട്. കേരളീയ സമൂഹത്തിൽ പ്രസക്തിയുണ്ട്, മുസ്ലിം ഉമ്മത്തിൽ പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ സംസ്കാരം നാട്ടിൽ മദ്രസയിൽ പഠിച്ചവരാണ്, നാട്ടിൽ മസ്ജിദിൽ പോയവരാണ്, നാട്ടിൽ ഹിജാബ് ധരിച്ച് അച്ചടക്കത്തിൽ നടന്ന മോളാണ്. ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് PGക്കോ ഏതെങ്കിലും UK USA യൂണിവേഴ്സിറ്റികളിൽ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടി, വിസയും കിട്ടി, ഭർത്താവിനെ സ്പോൺസറും ചെയ്ത് രണ്ടാളും ഒരു പാർട്ട് ടൈം ജോബും ചെയ്ത് ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വരുത്താം എന്നൊക്കെ പറഞ്ഞൊരു ഉന്നത നിലവാരമുള്ള ജീവിതമുണ്ടാക്കാം എന്ന പ്രതീക്ഷയിലാണ് അവരൊക്കെ പോകുന്നത്. അതിനൊന്നും പ്രശ്നമല്ല. നമ്മുടെ ദീൻ അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടരുത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഇബാദത്തും നമ്മുടെ ആരാധനക്കും കോട്ടം സംഭവിക്കരുത്. അത്രയേ ഉള്ളൂ. അങ്ങനെ കോട്ടം സംഭവിക്കുന്ന ആളുകൾ, അവരോടാണ് ഈ സൂറത്തുൻ നിസായിലെ ഈ ആയത്ത് സംസാരിക്കുന്നത്. ഖുർആൻ ചർച്ച ചെയ്യാതെ പോയ വിഷയങ്ങൾ എന്താണ് ആലോചിച്ച് നോക്കൂ. ഏതൊക്കെ തലങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്തു. ഇന്നല്ലദീന തവഫാഹുമുൽ മലായിക തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം قالوا فيما كنتم قالوا كنا مستضعفين في الأرض. അല്ലാഹുവിന്റെ മലക്കുകൾ റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ ആരുടെ റൂഹ്? ളാലിമീ അൻഫുസിഹിം, സ്വന്തത്തോട് ദുൽമ ചെയ്ത് നടന്നവർ, കുടി ഒരു ശീലമാക്കിയവർ, മദ്യപാനം, ലഹരി, നിസ്കാരം തീരെ ഒഴിവാക്കിയവർ, ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തെ ഇല്ലായ്മ ചെയ്തവർ, കളഞ്ഞു കുളിച്ചവർ, മറ്റു സംസ്കാരങ്ങളെ വാരിപ്പുണർന്നവർ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവർ. ഖാലൂ, അല്ലാഹുവിന്റെ മലക്കുകൾ അവരോട് ചോദിക്കുമത്രേ, ഫീമ കുൻതും, എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? എവിടെയാ ജീവിച്ചത്? എന്തായിരുന്നു പരിപാടി? ഫീമ കുൻതും, നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് അള്ളാന്റെ മലക്കുകൾ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾ ഭയങ്കര മനോഹരമാണ്. അള്ളാന്റെ മലക്കുകൾ ചോദിക്കുന്നു, അവര് പറയുന്ന മറുപടിയും പറയും ഖുർആൻ തന്നെ. ഖാലൂ, അവര് പറയും, കുന്നാ മുസ്തദ്അഫീന ഫിൽ അർള്, ഞങ്ങൾ ജീവിച്ചിരുന്ന നാട്ടിൽ ഞങ്ങൾ ദുർബലരായിരുന്നു. എന്താണ് പറയുന്നത്? ഞങ്ങൾ ജീവിച്ചിരുന്ന നാട്ടിൽ ഞങ്ങൾ ദുർബലരായിരുന്നു. ദൗർബല്യം പല വിധങ്ങളിലുണ്ട്. ഒന്ന്, അവർ എത്തിനിക്കലി അവർ ദുർബലരായിരുന്നു. മേൽക്കോയ്മയുള്ള ആളുകൾ അവരെ അടക്കി ഭരിക്കുകയും അവർക്ക് നിസ്കാരം മുതൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ അവരെ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ ഗുരുതരമായ സാംസ്കാരിക പ്രത്യാഘാതങ്ങളുള്ള ഒരു ചുറ്റുപാടിൽ ജീവിച്ചവർ. അതൊന്ന്. ഖാലൂ,
കുന്നാ മുസ്തദ്അഫീന ഫിൽ അർള്. അവര് പറയുന്നു, റബ്ബേ ഞങ്ങൾ ദുർബലരായി പോയി. എങ്ങനെ? ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ പറ്റിയില്ല, കൂടെയുള്ളത് ആരും അത് ഇടാത്തവരായിരുന്നു. ഞങ്ങൾക്ക് കള്ളു കുടിക്കാതിരിക്കാൻ പറ്റിയില്ല റബ്ബേ, കൂടെയുള്ളവർ മുഴുവനും കുടിക്കുന്നവരായിരുന്നു. ഞങ്ങൾക്ക് പലിശ തൊടാതിരിക്കാൻ പറ്റിയില്ല റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ എന്തു തൊട്ടാലും പലിശയായിരുന്നു. ഞങ്ങൾ ദഈഫീങ്ങളാണ്, ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റാതെ പോയി എന്ന് അള്ളാന്റെ മലക്കുകൾ ചോദിക്കുമ്പോ, അള്ളാന്റെ മലക്കുകളുടെ ചോദ്യം, ഈ ആയത്തിന്റെ തഫ്സീർ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. ലിമാദാ അൻതും ഫീ ബിലാദിൽ കുഫ്രി. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു കുഫറിന്റെ സാഹചര്യത്തിൽ എന്തിന് നിങ്ങൾ ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയാണ്, കുന്നാ മുസ്തദ്അഫീന ഫിൽ അർള് ഖാലൂ. മലക്കുകൾ വീണ്ടും ചോദിക്കും, ഇത് മരണസമയത്ത് നടക്കുന്ന ചോദ്യം ചെയ്യലാണ്. അലം തകുൻ അർളുല്ലാഹി വാസിഅ. അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറൂ ഫീഹാ. അങ്ങനെ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വിശാലതയുള്ള അള്ളാന്റെ ഭൂമി, ഈമാനിന്റെയും ദീനിന്റെയും ശിആർ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്ന ഒരു രാജ്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ എന്തേ പ്രയാസമായത്? എന്തേ നിങ്ങളതിന് മുൻഗണന കൊടുക്കാതിരുന്നത്? നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യുകയോ പ്രവാസിയാവുകയോ ചെയ്യുകയായിരുന്നുവെങ്കിൽ ശിആറുകളുള്ള, ദീനിന്റെ സംസ്കാരമുള്ള, ഇസ്ലാമിക സംസ്കാരമുള്ള ഇടങ്ങളും നാടുകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ എന്ന് അള്ളാന്റെ മലക്കുകൾ അവരോട് തിരിച്ചു മറുപടി പറയുമത്രേ. എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ചുറ്റുപാടിൽ ചെന്ന് പെട്ടുപോയി, ഞാൻ അങ്ങനെയായിപ്പോയി, ഞാൻ ചെന്നുപെട്ട നാട് അങ്ങനെയായി എന്ന ഒരു മറുപടി അള്ളാഹുവിനോട് പറയാൻ കഴിയില്ല. അള്ളാന്റെ ഭൂമി വിശാലമല്ലയോ? ഫതുഹാജിറൂ ഫീഹാ. ഈ മൈഗ്രേഷനൊക്കെ ഹിജ്റ തന്നെ അറബിയിൽ പറയാ. ഫതുഹാജിറൂ ഫീഹാ. അങ്ങനത്തെ നല്ല ഭൂമികയെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാമായിരുന്നില്ലേ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ അവരോട് ചോദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ബോധം നൽകട്ടെ. വിദേശ രാജ്യങ്ങളിലും പല നാടുകളിലും പോയി പഠിക്കുന്ന നമ്മുടെ മക്കളെ അള്ളാഹുവേ നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. ഒരു തിന്മയിലേക്കും വഴികേടിലേക്കും മയക്കുമരുന്ന് ലോബികളിലേക്കും വ്യഭിചാരത്തിന്റെ ഗ്യാങ്ങുകളിലേക്കും ചെന്നുപെടാതെ റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ദുൽമുകൾ പലവിധമാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു. ഒരു മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ സഹോദരനാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ഉമ്മയാണ് നമ്മളെ പ്രസവിച്ചത് എന്ന ബോധം വേണം. നമ്മുടെ ഉമ്മമാരുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പമാരുടെ ഉമ്മയാണ് ഹവ്വാ റളിയല്ലാഹു അൻഹാ. നമ്മുടെ ഉമ്മപ്പമാരുടെ ഉപ്പയാണ് ആദം അലൈഹിസ്സലാം. ആ വഴിക്ക് മനുഷ്യ കുടുംബമെല്ലാം, മനുഷ്യരെല്ലാം ഒരു കുടുംബമല്ലയോ? എത്ര മനോഹരമായൊരു വീക്ഷണമാണ് ഇസ്ലാമിൻ്റെത്. അല്ലാഹു ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നമ്മളെ പടച്ചത് എന്ന് പറയുമ്പോ നമ്മുടെ ഉമ്മ ഒന്നാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. നമ്മുടെ ഉപ്പ ഒന്നാണ് ആദം അലൈഹിസ്സലാം. അതുകൊണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഒരു മുസ്ലിമിനെയും മറ്റൊരു മുസ്ലിം ദുൽമു ചെയ്യരുത്. കൂടെയുള്ള മറ്റു മതവിശ്വാസികളോടുമുള്ള ഇസ്ലാമിന്റെ നിയമം അതുതന്നെയാണ്. ഒരു മുസ്ലിമിന്റെ ഹക്കുകൾ ഏതോ ബഹുഭൂരിപക്ഷം ഹക്കുകളും അമുസ്ലിമീങ്ങളായ ആളുകൾക്കും വകവെച്ചു കൊടുക്കാനുള്ളതാണ്. ദുൽമു ചെയ്യാൻ പാടില്ല. തങ്ങൾ പറയുമായിരുന്നു, നാളെ പരലോകത്ത് വരുമ്പോൾ ഏതെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്ന അമുസ്ലിമായ ഒരു മനുഷ്യനോട്, ഒരു മുആഹിദിനോട്, ഒരു ദിമ്മിയായ മനുഷ്യനോട് നിങ്ങൾ ആരെങ്കിലും ഒരു അനീതി ചെയ്താൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ആ മനുഷ്യൻ റബ്ബേ
നിന്റെ റസൂലിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആള് എന്നെ വഞ്ചിച്ചിട്ടുണ്ട്, എന്നെ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ സംഭവിച്ചു പോകുന്ന പിഴവ്, സംഭവിച്ചു പോകുന്ന നഷ്ടം, സംഭവിച്ചു പോകുന്ന പരീക്ഷണങ്ങളിൽ പെട്ടുപോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. മനഃപൂർവ്വം ഒരാളിന്റെയും ഒന്നും ഒരു ഫിൽസ് പോലും നമുക്ക് എടുക്കാനോ അപഹരിക്കാനോ ഉപയോഗിക്കാനോ നമുക്ക് അവകാശമില്ല. അങ്ങനെ ഒരു മുആഹിദായ മനുഷ്യൻ, ഒരു മുസ്ലിമല്ലാത്ത ഒരു മനുഷ്യൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് ഒരു മുസ്ലിമിനെതിരെ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നാളെ ആ മുസ്ലിമിന് എതിരായിരിക്കും. നാളെ ഞാൻ ആ ദിമ്മിന്റെ കൂടെയായിരിക്കും. ആ മനുഷ്യന്റെ അവകാശം വാങ്ങിച്ചു കൊടുക്കുന്നവരെ ഞാൻ അള്ളാഹുവിനോട് ആ മുസ്ലിമിനെതിരെ വാദിക്കുമെന്ന് പറഞ്ഞ നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ ഉമ്മത്തിനോട് ആർദ്രതയും സ്നേഹവും, എന്നാൽ ഒരു യുദ്ധമോ മറ്റോ നടത്താതെ സമാധാനപരമായി ജീവിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഒരു മുസ്ലിമിന്റെ ഹക്ക് ഏതാണോ, നിയമമേതാണോ, അവകാശങ്ങൾ ഏതാണോ അത് തന്നെയാണ് എല്ലാവരുടെയും. യുദ്ധക്കളത്തിലെത്തുമ്പോഴുള്ള നിയമം വേറെയാണ്. അത് യുദ്ധമുണ്ടാകുമ്പോഴല്ലേ. അതിനെ സംബന്ധിച്ച് ചർച്ച പോലും ഇപ്പൊ പ്രസക്തമല്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവനെ നിങ്ങൾ ആക്രമിക്കരുത്. വലാ യുസ്ലിമുഹു, അവന്റെ അഭിമാനം പിച്ചു ചീന്താൻ വേണ്ടി നിങ്ങൾ ജനങ്ങളിലേക്ക്, നിയമപാലയിലേക്ക്, അല്ലെങ്കിൽ കോടതിയിൽ അനാവശ്യമായ കേസ് പറഞ്ഞ് ഫയൽ ചെയ്യുന്നത്. നിരപരാധിയാണ് ഒരു മനുഷ്യനെന്നറിയാം, എന്നിട്ട് പോലും കള്ളക്കേസ് ഉണ്ടാക്കുന്നത്, പച്ച നുണ പറയാ, വഞ്ചിക്കാതെ വഞ്ചിച്ചു എന്ന് പറയാ, അപഹരിക്കാതെ അപഹരിച്ചു എന്ന് പറയാ. ഏതെങ്കിലും തരത്തിൽ നഷ്ടം സംഭവിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഔട്ട് ഓഫ് കൺട്രോൾ, ഒരു മനുഷ്യന്റെ പരിധിക്കപ്പുറമുള്ള ഒരു വിഷയം സംഭവിച്ചു പോകുന്നത്, അങ്ങനെ ധാരാളം സംഭവിക്കാം. അത് മനഃപൂർവ്വമുള്ള വഞ്ചനയല്ല. എന്നാൽ വഞ്ചനയുടെ ഉദ്ദേശത്തോടുകൂടെ വഞ്ചിച്ചതിന് കേസ് കൊടുത്തിട്ടോ അല്ലാതെയോ അവകാശങ്ങൾ നേടാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ പെട്ടുപോയതാണെന്നറിയാം, ഒരു മനുഷ്യൻ നിരപരാധിയാണെന്നറിയാം, വളരെ നിസ്സാരമായ പൈസക്ക് കേസ് കൊടുത്തിട്ട് വലിയ വലിയ തുകകൾ ഞങ്ങൾക്ക് വേണം, കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുന്നവർ, വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു വിവാഹമോചനം നടക്കുമ്പോ അന്തസ്സിൽ ഭർത്താവിന്റെ വീട്ടിൽ ജീവിച്ചു പോന്ന പെണ്ണ് ആ വീട്ടിൽ നിന്ന് വേർപിരിയുമ്പോൾ ഭർത്താവിനെതിരെ, ഭർത്താവിന്റെ വാപ്പക്കെതിരെ, ഉമ്മക്കെതിരെ, പെങ്ങന്മാർക്കെതിരെ ഒരു കാരണവുമില്ലാതെ ദേഹോപദ്രവം ചെയ്തു എന്ന് കേസ് കൊടുക്കുന്നവര്, ഉപദ്രവിച്ചു എന്ന് കേസ് കൊടുക്കുന്നവർ, അപമാനിച്ചു എന്ന് കേസ് കൊടുക്കുന്നവർ, അന്തസ്സോടെ നോക്കിയ, അന്തസ്സോട് ഒരു പൊന്നുമോളെ പോലെ പരിരക്ഷിച്ചു പോകുന്ന കുടുംബങ്ങളോട് പോലും കോടതിയുടെ മുമ്പിൽ ചെന്ന് 4 കാശ് കിട്ടും എന്ന മോഹം കൊണ്ട് പച്ചയായ നുണ പറഞ്ഞ് കേസുണ്ടാക്കി കൊടുക്കുന്ന പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നിങ്ങൾ ഓർക്കേണമേ, പുണ്യനബി ഞങ്ങൾ പറഞ്ഞ നിയമത്തിനെതിരാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് നിസ്കാരം, പിന്നെ എന്ത് നോമ്പ്, എന്ത് ശഅബാനും റജബും റമളാനുമാണ് ഇത്തരക്കാർക്ക്. പൈസയുടെ വിഷയം വരുമ്പോ, കോടതി പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് എന്നൊരു തോന്നൽ വരുമ്പോ പച്ചയായ നുണ പറഞ്ഞ് കേസ് കൊടുത്ത് ആളുകളെ കോടതി കയറ്റിറക്കുമ്പോൾ നിരപരാധിയായ ഒരു മനുഷ്യനെതിരാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ദുൽമ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അന്ത്യനാളിൽ നിങ്ങൾക്ക് ഇരുട്ടായിരിക്കും. ഇരുട്ടുകളാണ്, ഘനീഭവിച്ച ഇരുട്ടാണ്. നിങ്ങൾക്ക് ഒരടി പോലും നടക്കാൻ കഴിയാതെ അല്ലാഹു നിങ്ങളെ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ളലമ മിനൽ അർളി ഖൈദ ശിബ്രിൻ തുവിഖഹു മിൻ സബ്ഇ അർളീൻ. ഭൂമിയുടെ അതിരുകൾ വെക്കുന്നിടത്ത് സൂക്ഷിക്കണം. വീടുകളുടെ മതില് കെട്ടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നിങ്ങളുടെ പറമ്പിന് വേലി കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സോ, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളോ, നിങ്ങളുടെ ലാൻഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഇടപാടുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ അരികത്ത് കിടക്കുന്ന ലാൻഡ്, അരികത്ത് കിടക്കുന്ന സ്ഥലം മറ്റൊരാളിൻ്റെതാണ്. നിങ്ങളുടേതല്ലാത്ത ഒരു ചാൺ ഭൂമി
ആരെങ്കിലും അന്യായമായി എടുത്തു കഴിഞ്ഞാൽ മൻ ളലമ മിനൽ അർളി ഖൈദ ശിബിരിൻ, ഒരു മനുഷ്യന്റെ ഭൂമിയിൽ നിന്ന് ഒരു മതിലിന്റെ ഒരു കല്ല് വെക്കുന്ന സ്ഥലം, അതാണ് ശിബിർ, ഖൈദ് ശിബിർ, ഒരു വെട്ടുകല്ല് വെക്കുന്ന സ്ഥലം. നമ്മുടെ സ്ഥലമല്ലാതെ അടുത്ത ആളിന്റെ അയൽവാസിയുടെ സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ എടുത്താൽ മിൻ സബഇ അർളീൻ, ഈ ഭൂമിയുടെ ഉള്ളിലേക്ക് എത്രയായിരം കിലോമീറ്റർ ആഴമുണ്ടോ അത്രയും ആഴത്തിൽ ആ ഒരു ചാൺ ഭൂമി അള്ളാഹു കട്ട് ചെയ്തെടുക്കുകയും നാളെ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യന് നടക്കാനോ അനങ്ങാതോ കഴിയാത്ത വിധം അവൻ കട്ടെടുത്ത് വെച്ച ഭൂമികളെ ചുരുളുകളാക്കി കഴുത്തിൽ അള്ളാഹു ചാർത്തിക്കൊടുത്ത് മാലോകർക്ക് ബോധ്യപ്പെടും ദുന്യാവിൽ അന്യവന്റെ ഭൂമി മോഷ്ടിച്ചവനായിരുന്നു ഇതെന്ന് കാണിച്ചു കൊടുക്കുന്ന വിധം അള്ളാഹു ഭൂമിയിൽ കയ്യേറുന്ന ആളുകൾക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കുന്നുവെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, മൻ ളലമ മിനൽ അർളി ഖൈദ ശിബിരിൻ തൂഖഹു മിൻ സബഇ അർളീൻ. ഈ ഭൂമിക്ക് 7 ലെയറുകളാണ്. ഭൂമിയുടെ കോർ അതിന്റെ ക്രസ്റ്റിലേക്ക് എത്തുന്നത് വരെ ആ 7 ലെയറുകളിൽ നിന്നും ആ ഒരു ചാണിനെ മുറിച്ചല്ലാഹു താഴെ കട്ട് ചെയ്തെടുത്ത് മാലയായി കഴുത്തിൽ ചാർത്തി കൊടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ചാണോ അരച്ചാണോ ഒന്ന് പോയാൽ പോലും മറ്റൊരാളിൻ്റെത് നമ്മളിലേക്ക് വരരുത് എന്ന നിർബന്ധം വേണം. മറ്റൊരാളിന്റെ ഭൂമി നമുക്ക് വേണ്ട. നമ്മുടേതൊരാൾ അപഹരിച്ചു എന്ന് വിചാരിക്കുക, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു നിധിയാണത്, നമുക്കൊരു വരുമാനമാണത്, നാളെ നമുക്കത് ഉപകാരപ്പെടും. അങ്ങനത്തെ വല്ല ദുൽമും എന്നോടാരെങ്കിലും ഒന്ന് ചെയ്തെങ്കിലെന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന നേരമാണത്. എന്നല്ലാതെ മറ്റാരുടേതും നമ്മൾ അപഹരിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ഭൂമി മറ്റൊരാൾ കയ്യേറി എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് വന്ന് പരാതി പറഞ്ഞു. ഹബീബായ തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചോദിച്ചിട്ട് പറഞ്ഞു, യാ അബാ സലമ ഇജ്തനിബിൽ അർള്. അബൂ സലമ, ഭൂമിയുടെ വിഷയമല്ലേ, നിങ്ങളുടേതല്ലാത്തത് തൊട്ടുപോകരുത് കേട്ടോ. ഭൂമി തൊടണ്ട, ഭൂമി തുടരുതേ, നിങ്ങളുടേതല്ലാത്തത് എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ പള്ളിയുടെയും മദ്രസയുടെയും വഖഫുകൾ കയ്യേറുന്നത് എത്ര ഗുരുതരമായ തെറ്റാണ്. മസ്ജിദിന്റെ ഭൂമി കയ്യേറുന്ന ആളുകൾ, മസ്ജിദിന്റേത് ദുരുപയോഗം ചെയ്യുന്നത്, അള്ളാഹുവിന് വഖഫ് ചെയ്യപ്പെട്ട ഭൂമികളുടെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്ന് മനസ്സിലാക്കണം. അത് അള്ളാഹുവിന് വഖഫ് ചെയ്യപ്പെട്ടതാണ്. അതൊരു മനുഷ്യൻ കയ്യേറിയാൽ അള്ളാഹുവിന്റെ അധികാരത്തിലാണ് കയ്യേറുന്നത് എന്ന ബോധ്യം വേണം. അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ ബീവി പറയാണ്, ഇജ്തനിബിൽ അർള, ആ ഭൂമി വിട്ടേക്കിൻ അബൂ സലമ. ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂലല്ലയോ പറഞ്ഞത്, മൻ ളലമ ഖൈദ ശിബിരിൻ തുവിഖഹു മിൻ സബഇ അർളീൻ. 7 ഭൂമിയുടെ തട്ടിലേക്ക് വരെ കയ്യേറിയ ഭൂമി അള്ളാഹു മുറിച്ചെടുക്കുകയും അതൊരു മാലയായി ഹാരാർപ്പണം ചെയ്തുകൊണ്ട് അപമാനിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളും അർവ എന്ന് പറയുന്ന ഒരു പെണ്ണും തമ്മിൽ ഒരു സ്ഥലത്തിന്റെ വിഷയത്തിൽ പ്രയാസമുണ്ടായിരുന്നു. സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ കോടതിയിലേക്ക് വിളിപ്പിച്ചു. മഹാനായ സഈദ് എന്നവര് പറഞ്ഞു, മഹാനായ അന്നത്തെ ഖലീഫയോട്, യാ അമീറുൽ മുഅ്മിനീൻ അന അൻതഖിസു മിൻ ഹഖ്ഖിഹാ ശൈആ. ആ അർവ എന്ന് പറയുന്ന പെണ്ണിന്റെ ഭൂമി ഞാൻ കയ്യേറി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഷ്ഹദു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലസമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പുണ്യനബി പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. എന്താ പറഞ്ഞത്? മൻ അഖദ ശിബ്റൻ മിനൽ അർളി ദുൽമൻ ഫഇന്നഹു യുതവഖഹു യൗമൽ ഖിയാമ മിൻ സബഇ അർളീൻ.
7 ഭൂമിയിൽ നിന്ന് അല്ലാഹു മാലയാക്കി അണിയുമെന്ന ഹദീസ് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണെന്ന് മഹാനായ സഈദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. മഹാനവറുകൾ പറയാ, അത് കേട്ടതിന് ശേഷം എങ്ങനെയാണ് ആ പെണ്ണ് പറഞ്ഞു, ഇത് എന്റേതാണ്. ആ ഭൂമിയാണെങ്കിലോ മഹാനായ സഈദ് തങ്ങളുടേതായിരുന്നു. പക്ഷേ അതിന്റെ മേൽ അധികാരം പറഞ്ഞു വന്നു. അതിന് സമാനമായ സംഭവം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മഹാനായ സഅദ് എന്നവരെ കുറിച്ച് ഒരു പെണ്ണ് ഇതുപോലെ പരാതി പറഞ്ഞു. സഅദ് എന്നവര് ആ പെണ്ണിന്റെ കൃഷിഭൂമി കയ്യേറിയെന്ന്. ഹബീബായ നബി ഞങ്ങളുടെ സ്വഹാബിയാണ്, ദുആഇന് ഉത്തരമുള്ള സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നബിയേ, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ. നബിയേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, എൻ്റെ ദുആഇന് ഉത്തരം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. അപ്പോഴാ നബി ഞങ്ങൾ പറഞ്ഞത്, സഅദേ അത്യിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തണേ. ഹറാമ് കഴിക്കരുതേ, ഹറാമായ ഭക്ഷണം തുടരുതേ. നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ടായിരിക്കും. ആ സഅദ് എന്നവർ ദുആ ചെയ്ത് ഉത്തരമുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ വിഷയത്തിൽ സഅദ് എന്നവർ പറഞ്ഞു, പെണ്ണേ, നിങ്ങളുടെ ഭൂമി ഞാൻ എങ്ങനെ കയ്യേറാ? അത് എന്റേതാണ്. അന്ന് ഇന്നത്തെ പോലെ ആധാരം അടിയാധാരം ഒന്നും ഇല്ലല്ലോ. മഹാനായ സഅദ് എന്നവർക്കറിയാം അത് സഅദ് എന്നവരുടേതാണ്. ആ പെണ്ണ് വിട്ടുകൊടുത്തില്ല. സഅദ് എന്നവർ പറഞ്ഞു, എന്നാൽ അത് നിങ്ങൾ കയ്യേറുകയാണെങ്കിൽ കയ്യേറിക്കോ. സഅദ് എന്നവർ ദുആ ചെയ്തു, പടച്ചവനെ, അല്ലാഹുമ്മ അഅമി ബസറഹാ വജ്അൽ ഖബ്റഹാ ഫീ ബിരിഹാ. ഒരു ദുആയാണ്. മനസ്സ് വേദനിക്കും, അങ്ങനെയാണ്. മനസ്സ് വേദനിക്കും, അങ്ങ് ദുആ ചെയ്തു പോകും. അല്ലാഹുവേ, ആ പെണ്ണ് പറഞ്ഞത് നുണയാണെങ്കിൽ, ആ പെണ്ണ് പറഞ്ഞത് കളവാണെങ്കിൽ അവളുടെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളയണമേ. അവളുടെ ഖബറ് അവളുടെ കിണർ തന്നെ ആക്കി കൊടുക്കണമേ. സംഭവിച്ചു. അത് പെണ്ണിന്റെ കാഴ്ച പോയി. ആ ഉമ്മയുടെ കാഴ്ച നഷ്ടപ്പെട്ടു, കണ്ണ് കാണുന്നില്ല. ആളുകൾ പറയാൻ തുടങ്ങി, ഇത് സഅദ് എന്നവരുടെ ദുആയാണ്. അല്ലാഹുമ്മ അഅമി ബസറഹാ, കണ്ണിന്റെ കാഴ്ച എടുത്തു കളയണമേ. കാഴ്ച അങ്ങോട്ട് പോയി. അങ്ങനെ തന്റെ വീടിന്റെ മുന്നിൽ ആ ഉമ്മ നടക്കുമ്പോൾ ആ കിണറ്റിൽ വീണിട്ടാണ് ആ ഉമ്മ മരിക്കുന്നത്. സഅദ് എന്നവർ പറഞ്ഞ ദുആയാണത്. വജഅൽ ബിറഹാ വജഅൽ ഖബ്റഹാ ഫീ ബിരിഹാ. ആ ഉമ്മയുടെ ഖബർ ആ കിണറ്റിൽ തന്നെ ആക്കി കൊടുക്കണേ എന്ന് പറഞ്ഞ പോലെ സംഭവിച്ചു. അതുകൊണ്ട് അപകടം, ദുൽമ് ചെയ്യുന്നത്, അതിക്രമങ്ങൾ ചെയ്യുന്നത്, മാനസികമായ പ്രയാസമുണ്ടാക്കുന്നത്, ദുൽമ് സമ്പത്തിലോ സമ്പാദ്യങ്ങളിലോ ഭൂമിയിലോ സംഭവിച്ചാൽ അതിന് പകരമായി സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് കൈയുയർത്തിയാൽ അതിന് വരുന്ന ഉത്തരം അപ്രതീക്ഷിതമായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുആദ് ഇബ്നു ജബൽ എന്നവരെ യമനിലേക്ക് ദഅവത്തിന് പറഞ്ഞേക്കുമ്പോൾ, യാ മുആദേ ഇത്തഖി ദഅവത്തൽ മദ്ലൂം. ഒരാളോടും അനീതി ചെയ്യരുതേ മുആദേ. നിങ്ങൾ ആരോടെങ്കിലും അനീതി ചെയ്താൽ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഫഇന്നഹു ലൈസ ബൈനഹു വബൈന അല്ലാഹി ഹിജാബ്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈന അല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ പ്രാർത്ഥനയെ പേടിക്കണം. കാരണം അവരുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ വേറെ മറയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. അല്ലാഹു നമുക്ക് റിസ്ക് നൽകട്ടെ. അല്ലാഹുവിനോട് റിസ്ക് തരാൻ, ഹലാൽ തരാൻ പറയണം. ആരുടേതും ഒരു അവകാശം നമുക്ക് വേണ്ട, ആരുടെയും അവകാശങ്ങൾ വേണ്ട. മരണാനന്തരം മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം സ്വത്തുകൾ ഓഹരി വെക്കുമ്പോൾ ആ സ്വത്ത് ഓഹരി വെക്കേണ്ടത് ശർഅ പറഞ്ഞ മീറാത്തിന്റെ നിയമമുണ്ട്, അനന്തരാവകാശ നിയമമുണ്ട്. ആ നിയമമനുസരിച്ചാണ് നിങ്ങൾ ഓഹരി വെക്കേണ്ടത്. മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യാൻ പറ്റും. ആ വസിയത്ത് അനന്തരാവകാശമല്ല. വസിയത്ത് ചെയ്യുന്നത് അവരുടെ സ്വത്തിന്റെ 1/3 ബാധിക്കുകയുള്ളൂ.
അത് തന്റെ മരണശേഷം ചെയ്യണം എന്ന് പറയുന്ന വസിയത്തുകൾ സമ്പത്തിന്റെ 1/3, ബാക്കി 2/3 ആ മയ്യത്തിന്റെ അവകാശികൾക്ക് ശറഅ പറഞ്ഞ പ്രകാരം ഓഹരി വെക്കാനുള്ളതാണ്. അതിൽ ദുൽമ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓഹരി വെച്ചു കൊടുക്കാതിരിക്കുക, മുതിർന്ന ഏതെങ്കിലും ഒരാൾ അതിന് വിലങ്ങായി നിൽക്കുക, അതിപ്പോ വേണ്ട എന്ന് പറയാ, സമ്മതിക്കൂല എന്ന് പറയാ, ചെയ്യാൻ പാടുള്ളതല്ല. നമ്മുടെ മസ്ജിദിന്റെ മെഹ്റാബിൽ വന്നുകൊണ്ട് നമ്മുടെ ഖാദിയുമായി, നമ്മുടെ ഖതീബുമായി, പള്ളി കമ്മിറ്റിയുമായി കൂടിയിരുന്ന് നമ്മുടെ മസ്ജിദിന്റെ മെഹ്റാബിൽ വെച്ച് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് അനാവശ്യമായ കോടതികളിലേക്ക്, കുടുംബ കോടതികളിലേക്ക് വഴിമാറുന്നത്. കോടതി വരാന്തകളിൽ മനുഷ്യന്മാർ മാസങ്ങളോളം നടക്കുകയാണ് വിധിയും കാത്തുകൊണ്ട്. നമ്മുടെ മെഹ്റാബിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇമാമുമാർ, നമ്മുടെ ഖതീബുമാർ, നമ്മുടെ ഖാദിമാർ, നമ്മുടെ ആലിമീങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി പരിഹാരം കാണാൻ കഴിയുന്ന വിഷയങ്ങൾക്കാണ് നമ്മൾ കോടതികൾ കയറി ഇറങ്ങുന്നത്. അത്യാവശ്യമെങ്കിൽ അതാവാം. കോടതികൾക്ക് എത്രയോ കേസുകളുണ്ട് തീർക്കാൻ പറ്റാത്തത്. ഒരു ദിവസം എത്രയാ വരുന്നത്? ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ, സമയമെടുക്കൂലേ പഠിക്കാനും കേസറിയാനും? അത് നീട്ടിക്കൊണ്ടുപോകും വർഷങ്ങളോളം. എന്നിട്ട് അനന്തരാവകാശികൾ മരിച്ചു പോകും, അവരുടെ മക്കളായിരിക്കും പിന്നെ വരിക. അപ്പൊ വീണ്ടും കോംപ്ലിക്കേറ്റഡായി, ഇങ്ങനെ കോംപ്ലിക്കേഷനായി ഹക്കുകൾ വീടാതെ കിടക്കുമ്പോൾ ആ മരിച്ച മയ്യത്തിന് സമാധാനമുണ്ടോ ഖബറിൽ? ഹക്കടപാടുകൾ ശരീഅത്ത് പറഞ്ഞ പോലെ ചെയ്യണം. ആണോഹരിയും പെണ്ണോഹരിയും എന്ന് പറയുന്ന 2 ഓഹരിയുണ്ടല്ലോ, നമുക്കൊക്കെ അറിയൂലേ അത്? പെണ്ണുങ്ങൾ വാശി പിടിക്കരുത്. ആണോഹരി പെണ്ണുങ്ങൾക്ക് വേണമെന്ന് പറയരുത്. എന്തുകൊണ്ട് പറയരുത്? അള്ളാന്റെ നിയമം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അള്ളാന്റെ നിയമം അങ്ങനെ ആവാൻ കാരണമെന്ന് നിങ്ങൾ ശരിക്കൊന്ന് ബോധിക്കണം. ഒരാണിന് ലഭിക്കുന്ന ഓഹരി, ആ ആണ് വീടിന്റെ ചെലവ് കൊടുക്കേണ്ട ആളാണ്. ആ ആണൊരിക്കൽ പിതാവാണ്, ഭർത്താവായിരിക്കും. ആ ആണാണ് വീട് വെക്കേണ്ടത്. ഈ കിട്ടിയ ഓഹരിൽ നിന്ന് അവൻ ചെലവഴിക്കണം. അവന്റെ പെങ്ങൾക്ക് കിട്ടിയ സ്വത്ത് അവന് കിട്ടിയതിന് പകുതിയെ കാണൂ. ആ പെങ്ങളുടെ സ്വത്ത് അവൾക്കുള്ളതാണ്. അവളതിന് ചെലവഴിക്കേണ്ടതില്ല. അവൾക്ക് ചെലവഴിക്കാൻ അവളുടെ ആങ്ങളെ കാണും, അവളുടെ ഭർത്താവ് കാണും, അവളുടെ മക്കള് കാണും. അവളുടെ സ്വത്ത് അവൾക്കുള്ളതാണ്. എന്നാൽ ആണിന്റെ സ്വത്ത് അങ്ങനെയാണോ? ആണിന്റെ സ്വത്ത് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന ഉമ്മയെ ചികിത്സിക്കേണ്ടത്. ആണിന്റെ സ്വത്ത് കൊണ്ടാണ് അവന്റെ മക്കളെ അവന് കെട്ടിക്കുന്നത്, അവന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. ആണിന്റെ സ്വത്ത് കൊണ്ടാണ് പള്ളിക്കും മദ്രസക്കും ദാനം ചെയ്യുന്നത്. ആണിന്റെ സ്വത്ത് കൊണ്ടാണ് വീടിലെ ചെലവ് പുലർത്തുന്നത്. ആണിന്റെ സ്വത്ത് കൊണ്ടാണ് മറ്റു ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത്. അതിനൊക്കെ ചെലവഴിക്കാനുള്ളതാണ് ആണിൻ്റേത്. അതുകൊണ്ട് ശറഅ് പറഞ്ഞു പെണ്ണിന്റെ ഇരട്ടിയാണ് ആണിന് എന്ന്. എന്നാൽ പെണ്ണിന് കിട്ടുന്നതോ അവൾക്ക് മാത്രം സൂക്ഷിച്ചു വെക്കാനുള്ളതാണ്, ചെലവഴിക്കേണ്ടതില്ല. അവൾക്ക് വേണമെങ്കിൽ ചെലവഴിച്ചാൽ മതി. ആണിൻ്റേത് അങ്ങനെയാണോ? ആണിൻ്റേത് അവൻ മജ്ബൂറാൻ, അവൻ കുടുംബനാഥനാൻ. അവന്റെ ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം, ജീവിച്ചിരിപ്പുള്ള ഉമ്മയോ വാപ്പയോ ഉണ്ടെങ്കിൽ അവരെ നോക്കണം. അവരുടെ ചികിത്സയുടെ ചെലവ് ആണ് ചെലവഴിക്കാനുള്ളതാണ്, പെണ്ണിനുള്ളതല്ല. അതുകൊണ്ട് പെണ്ണുങ്ങളെ, ആണോഹരിയും പെണ്ണോഹരിയും നമുക്ക് വേണ്ട, നമുക്ക് ഒരുപോലെ മതി എന്ന് അനന്തര സ്വത്തിൽ വാശി പിടിക്കരുത്. അനന്തര സ്വത്ത് നിയമം ഖുർആൻ പറഞ്ഞ നിയമമാണ്. അത് വിശുദ്ധ ഖുർആനിന്റെ നിയമമാണ്. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അതിന്റെ വിഷയത്തിൽ ദുൽമുണ്ടാവരുത്. ആരെങ്കിലും കയറിയിട്ട് എനിക്ക് ആ ഒരു റോഡ് സൈഡ് തന്നെ വേണം, ഈ പ്ലോട്ട് തന്നെ വേണം, അതെനിക്ക് വേണ്ട, അത് മറ്റൊരാളെടുത്താൽ മതി എന്നൊന്നും പറയരുത്. മസ്ലഹത്തോടുകൂടെ നമ്മുടെ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ചെയ്യുന്നത് വലിയൊരു ദൗത്യമാണ്. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ മസ്ലഹത്ത് ചെയ്യുന്ന ഒരു ദൗത്യമുണ്ടവർക്ക്. നമ്മുടെ മഹല്ലിൽ വരുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നത്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. ആ പ്രശ്നങ്ങൾ ഒരു മസ്ജിദിന്റെ ഭാരവാഹികൾ ഇരുന്ന് പരിഹരിക്കുമ്പോൾ ആ പരിഹാരം സ്വീകരിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ തയ്യാറാവുകയും വേണം. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എന്ന ധിക്കാരം നാളെ ഖബറിലേക്ക് പോകുമ്പോൾ ഇരുട്ടിന്റെ ഭാണ്ഡങ്ങളുമായിട്ടാണ് പോകുന്നത് എന്നോർക്കണം. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. യതീംഖാനകളും അറബി കോളേജുകളും മദ്രസയും പള്ളിയുമെല്ലാം അമാനത്താണ്. അവർക്കുള്ള സമ്പത്ത്, അവർക്ക് വേണ്ടി വരുന്ന ദാനം, അവർക്ക് വരുന്ന വഖഫ് വഴിമാറ്റി ചെലവഴിക്കുക പാടുള്ളതല്ല. വഴിമാറ്റി ചെലവഴിക്കുക പാടുള്ളതല്ല. ഒരു ദീനീ സ്ഥാപനത്തിനോ പള്ളിക്കോ വരുന്ന ഫണ്ട്
അതിന്റെ കമ്മിറ്റിക്കാർക്ക് റോൾ ചെയ്യാനുള്ളതല്ല, തൊടാൻ പാടില്ല. ലക്ഷങ്ങളോ കോടികളോ പള്ളിക്ക് വരുമാനമുണ്ടാകാം. ആ അക്കൗണ്ടിൽ നിന്ന് ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് എത്ര കമ്മിറ്റിക്കാർ കൂടി സമ്മതം കൊടുത്താൽ പോലും ആ സമ്മതം അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ട്? അത് അമാനത്താണ്, പള്ളിയുടെ ഹുർമത്തുള്ള സ്വത്താണത്. ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാനുള്ളതല്ല, ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാനുള്ളതല്ല. അത് മസ്ജിദിനോ അനുബന്ധ സ്ഥാപനങ്ങൾക്കോ ഉള്ളതാണ്. റോള് ചെയ്യാൻ പോലും പാടില്ല. ഇന്ന് ഒരു 10 ലക്ഷം അടിക്കും, നാളെ ഞാനത് തിരിച്ചു തരാം എന്ന് ചോദിക്കുന്ന ആൾ ഒരു പക്ഷേ പള്ളിക്ക് 50 ലക്ഷം കൊടുത്ത ആളായിരിക്കും. പക്ഷേ ഈ 10 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത് അമാനത്താണ്, യതീമുകളുടെ സ്വത്ത്. മുതഅല്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്തത്, പള്ളിക്കും മദ്രസക്കും വഖഫ് ചെയ്തത് എത്രയോ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മത്വലുൽ ഗനി ദുൽമുൻ, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങിയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ സമയമായിട്ടും തന്റെ കയ്യിൽ ആ കാശ് തിരിച്ചു വന്നിട്ടും വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് കടക്കാരുടെ കടം വീട്ടാതിരിക്കുന്നത് മത്വലുൽ ഗനി ദുൽമുൻ. ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമ്പത്തുള്ള ഒരാള് കടം തിരിച്ചു കൊടുക്കാതെ ബുദ്ധിമുട്ടാക്കുന്നത് ദുൽമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മത്വലുൽ ഗനി ദുൽമുൻ, മത്വലുൽ ഗനി ദുൽമുൻ. ആ ഹദീസ് മനസ്സിലാക്കുക, 3 വാക്കുകളാണ്. മത്വൽ അൽ ഗനി ദുൽമുൻ, സമ്പത്തുള്ള ഒരാള് സ്വൈപ്പാക്കാന്ന മത്വൽ എന്ന് പറഞ്ഞാൽ നാളെ തരാം, മറ്റന്നാ തരാം, പിന്നെ തരാം. ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കുക, ഉള്ളത് കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ചായി പറയുന്നത്. ഒരു മുഅസ്സിറാണെങ്കിൽ, ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ആ കടം പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ കടം കൊടുത്ത ആളുകൾ അവർക്ക് സമയം നീട്ടിക്കൊടുക്കണം. അങ്ങനെ നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ കടം കൊടുത്ത ആള് എത്രയാണോ കടം കൊടുത്തത് ആ സംഖ്യ അയാൾക്ക് സ്വതക്ക കൊടുത്ത പോലെയാണ്. ഓരോ ദിവസം കൂടുന്നതിനും ഓരോ ദിവസം അത്രയും സംഖ്യ നിങ്ങൾ സ്വതക്ക ചെയ്ത കൂലി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലി ചെയ്തവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഹബീബാനബി ഞങ്ങൾ പറഞ്ഞു, ജോലിക്ക് വെക്കുന്ന ആളുകൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളും. കുറച്ച് മുതലാളിമാരോടായി പറയാനുള്ളത്, അവർക്ക് ജോലിക്കാരുണ്ടാവും, ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാതെ, അവരുടെ ഹക്ക് കൊടുക്കാതെ 1000-ഉം 10,000-ഉം ലക്ഷക്കണക്കിന് ജോലിക്കാര് ജോലി ചെയ്യുന്ന എത്രയോ മുതലാളിമാർ അല്ലാഹുവിന്റെ ദുനിയാവിലുണ്ട്. മലയാളക്കരയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ കടപ്പാട് അവനവന്റെ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് കൃത്യമായ ശമ്പളം, തുച്ഛമായ ശമ്പളം കൊടുത്തിട്ട് നാട്ടുകാർക്ക് കോടികൾ സംഭാവന കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ജോലിക്കാർ അവര് നിങ്ങൾക്ക് എല്ലുമുറിയെ ഉറക്കമൊഴിച്ച് അവരുടെ അധ്വാനവും സമയവും നിങ്ങൾക്ക് ചെലവഴിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം വരുമ്പോ നാട്ടുകാർക്കോ ഏതെങ്കിലും സംവിധാനങ്ങൾക്കോ നിങ്ങൾ കോടികൾ ഓഫർ ചെയ്യുമ്പോ ആ ഓഫർ ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ജോലിക്കാർക്ക് നിങ്ങൾ മാന്യമായ ശമ്പളമാണോ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനത്തുക, എന്തെങ്കിലും ഒരു ഹദിയ അവർക്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അവരുടെ കാര്യം ശ്രദ്ധിക്കാതെ, അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാതെ, അവരുടെ ഹക്ക് വീട്ടാതെ നാട്ടുകാരുടെ മുമ്പിൽ പേരും പെരുമയും ഉണ്ടാക്കാൻ ലക്ഷങ്ങളുടെ സംഭാവന കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു മെയ് നടിക്കുന്ന പരിപാടി അള്ളാഹു സ്വീകരിക്കുകയില്ല. മുഅ്മിനേ, പടച്ചവനെ ഭയപ്പെടുന്ന ആളുകളോടാണ് പറയുന്നത്. നിങ്ങളുടെ ആദ്യത്തെ കടപ്പാട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങളുടെ ആമിലീങ്ങളോടാണ്. അവർക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കും. ഏത് നിസ്സാരമായ ശമ്പളത്തിന് നാളെ കിട്ടും. അതാണോ അവസ്ഥ? ജോലി കിട്ടാത്തതിന്റെ പേരിൽ
ഇപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിൽ 1000, 1200, 1300 ദിർഹമോ റിയാലോ ശമ്പളം എന്ന് പറഞ്ഞ ആളുകൾ കയറും ജോലിക്ക്. എന്തിന്? അതെങ്കിലും അതാവട്ടെ. പക്ഷേ ആ മനുഷ്യൻ ചെയ്യുന്ന അധ്വാനം കൊണ്ട് 1000ങ്ങളും 10000ങ്ങളും ഈ മുതലാളിക്ക് ലഭിക്കുമ്പോ ആ പാവപ്പെട്ട ജോലിക്കാരന് ശമ്പളം വർദ്ധിപ്പിക്കേണ്ട ഒരു ബാധ്യത ഇയാൾക്കില്ലേ? അയാൾ ഗതികെട്ടിട്ടാണ് നിൽക്കുന്നത്. സ്വന്തം റൂമിന് ചെലവും ഭക്ഷണവും കഴിഞ്ഞാൽ എന്താ ബാക്കിയുണ്ടാവുക? എന്തുണ്ടാകും കയ്യില്? അതിന്റെ പേരിൽ അവർ മോഷ്ടിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അനിയന്ത്രിതമായി സമ്പാദിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ജോലിയിൽ കള്ളത്തരം കാണിക്കാൻ അവർക്ക് തോന്നിത്തുടങ്ങുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ അവനവന്റെ ലേബേഴ്സിന്, അവനവന്റെ എംപ്ലോയീസിന് കൃത്യമായ ശമ്പളം നമ്മൾ നൽകുന്നുണ്ടോ? അവർക്ക് ഒരു മാന്യമായ ഒരു മാർക്കറ്റ് സ്കെയിൽ അതുണ്ടാകുമല്ലോ ഏതൊരു നാട്ടിലും. അത് കൊടുക്കണം. ഏറ്റവും ചെറിയ ശമ്പളം കൊടുത്താൽ ആളുകൾ നിൽക്കും, മജ്ബൂർ കൊണ്ട്, വേറെ ജോലി കിട്ടാത്തത് കൊണ്ട്. എന്നിട്ട് ഇവിടെ കോടികളാ കൊടുക്കുന്നത്. ആ കോടികൾ പോകട്ടെ, 1000 കൊടുത്താൽ സ്വന്തം 1000കണക്കിന് ജോലിക്കാർ എത്ര സന്തോഷിക്കും. അവരുണ്ടായത് കൊണ്ടല്ലേ നമുക്ക് കോടികൾ ഉണ്ടായത്. അതുകൊണ്ട് മുതലാളിമാർ ശ്രദ്ധിക്കുക, അവനവന്റെ ജോലിക്കാരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അവരെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് നാട്ടുകാരുടെ വിഷയം നോക്കേണ്ടതുള്ളൂ. ആ ജോലിക്കാർ ഉണ്ടായതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ പൊതുരംഗത്തിറങ്ങാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകാനും നിങ്ങൾക്ക് കാരണമാകുന്നത്. ഹബീബായ നബി തങ്ങൾ കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഹ്തജിമു, നബി തങ്ങൾ കൊമ്പ് വെക്കുമായിരുന്നു, കപ്പിംഗ് ചെയ്യുമായിരുന്നു, ഹിജാമ ചെയ്യുമായിരുന്നു. വലം യകുൻ യളിമു അഹദാ അജ്റഹു, ഒരാളുടെയും കൂലി നബി തങ്ങൾ കുറക്കുമായിരുന്നില്ല. ഒരു ഹജ്ജാമിന് നബി തങ്ങൾ അന്ന് കൊടുത്തത് 1 ദീനാറാണ്. 1 ദീനാർ എന്ന് പറയുന്നത് 4.5 ഗ്രാം സ്വർണമാണ്. 4.25 ഗ്രാം സ്വർണത്തിനാണ് 1 ദീനാർ എന്ന് പറയാം. 4.25 ഗ്രാം സ്വർണം. ഒരു കപ്പ് വെച്ചതിനൊന്നും കപ്പിങ്ങിനൊന്നും അങ്ങനെ ഒരു കൂലെന്ന് കൊടുക്കൂല. 1 ദിർഹം 2 ദിർഹം ധാരാളമാണ്. പക്ഷേ നബി തങ്ങൾ മാന്യമായ ശമ്പളം കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുതലാളിമാർ മാന്യമായ ശമ്പളം കൊടുക്കണം. ഏറ്റവും ബേസിക് സാലറിയിൽ നിർത്തിയിട്ട് കുറെ ആളുകളെ വെച്ച് ജോലി ചെയ്തിട്ട് ഞാൻ ഇത്രത്തോളം ആളുകൾ എന്റെ കൂടെ ഉണ്ടെന്ന് മേനി പറയലൊന്നുമല്ല മനുഷ്യത്വം എന്ന് പറയുന്നത്. അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കും. മാർക്കറ്റിൽ നിങ്ങൾക്ക് അവർ ലാഭമുണ്ടാക്കി തരുന്നില്ലേ? അവർ കച്ചവടം ചെയ്യുന്നില്ലേ? അവർ നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നില്ലേ? അതിന് റിവാർഡ് കൊടുക്കും. അവരെ സന്തോഷിപ്പിക്കാൻ ആദ്യം, എന്നിട്ടാകാം പുറം ലോകത്തെ. ഒരു കൂലിക്കാരന് ജോലി ചെയ്ത ആൾക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കണം, അവരുടെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞ നബിയാ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ജോലിക്കാരോട് പറയാം, ശരിക്ക് പണിയെടുക്കണം. നമ്മൾ അമാനത്താണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആ അമാനത്തിനെ കൃത്യമായി നിറവേറ്റണം. ജോലിയിൽ വഞ്ചന ചെയ്യരുത്, ജോലിയിൽ ദുൽമ ചെയ്യരുത്. മുതലാളിക്ക് നഷ്ടം വരുന്ന തരത്തിലുള്ള കമ്മീഷനുകളോ പരിപാടികളിലേക്കോ പോകരുത്. കാരണം അത് സ്വന്തം കമ്പനിക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് അവനവന്റെ കീശയിലേക്ക് എടുക്കുന്ന എല്ലാ തരത്തിലുമുള്ള കമ്മീഷനുകളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ കമ്പനിക്ക് നഷ്ടം വരുത്തിയിട്ട് നിങ്ങൾ എടുക്കുന്ന കമ്മീഷൻ അത് മുതലാളിയുടെ അറിവോടുകൂടെയാണെങ്കിൽ കുഴപ്പമില്ല, കമ്പനിയുടെ അറിവോടുകൂടെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നിങ്ങളും സപ്ലയറും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനത്തിന് വാങ്ങിക്കുന്ന കമ്മീഷൻ ആ മുതലാളിയുടെ ലാഭത്തിലേക്ക് പോകുന്നത് അതിൽ നിന്ന് കുറച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് നൽകുന്നതെങ്കിൽ അത് ജായിസാവാൻ തരമില്ല. അതുകൊണ്ട് സൂക്ഷിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അനീതി ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല. പിന്നെ പറഞ്ഞു അലാ ലഅനതുല്ലാഹി അലൽ ളാലിമീൻ. അറിയണേ, അല്ലാഹുവിന്റെ ശാപമുണ്ട് അനീതി ചെയ്യുന്നവർക്ക്. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ പ്രവർത്തകര് ബക്കറ്റുമായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ സഹായങ്ങൾ ചെയ്യണേ.
നമ്മളെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായം വേണം. നേരത്തെ പറഞ്ഞ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിന്റെ നിർമ്മാണം 13,500 സ്ക്വയർ ഫീറ്റിൽ നമുക്കത് പൂർത്തിയാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണോ നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങളത് ഏറ്റെടുക്കണം. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു പിരിവൊന്നും നടത്തുന്നില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ. വമ്പ്രാൻ ഉസ്താദ് വലിയ പ്രായമായി, ആരോഗ്യമൊക്കെ വളരെ പ്രയാസത്തിലാണ്. ഇവിടെ ദർസുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഖാദിസ്ഥാനമുണ്ട്, അടുത്ത് ക്ലാസ് ഉണ്ടാവും, വേദുണ്ടാവും, ഷാവർ ഉണ്ടാകും. ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരു മാസത്തിൽ ആവശ്യമുള്ള 17-18 ലക്ഷം രൂപ ഒരു മാസം ഇവിടെ ചെലവുണ്ട്. 18 ലക്ഷം രൂപ ഒരു മാസത്തിൽ ചെലവുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു കുറച്ച് പൈസ കൊടുത്തു പോയാൽ തീരുന്ന വിഷയമല്ല ഇത്. വർഷങ്ങളോളം നീണ്ടുപോകുന്ന വൈജ്ഞാനിക സപര്യയാണിത്. 17 ലക്ഷം ഒരു മാസം ഇതിന് വേണമെങ്കിൽ അതിന്റെ പിന്നിൽ എത്ര പ്രവർത്തിക്കേണ്ടി വരും? ഓരോ മുതലാളിമാരെയും നാട്ടിലും മഹല്ലിലും ഓടി നടന്ന് അവരെയൊക്കെ പോയി കണ്ട്, അതെ എന്താണ് കഴിഞ്ഞ മാസം അവിടെ ഉസ്താദന്മാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റിയില്ല എന്നാ പറഞ്ഞത്. യാ അല്ലാഹ്, അത് വളരെ വേദനാജനകമാണ്. നമ്മളിപ്പോ പറഞ്ഞ വിഷയവും അതാണ്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പറ്റണം. ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം. അവർക്കും കുടുംബമില്ലേ, അവർക്കും ഒരുപാട് ചെലവുകൾ ഉണ്ടാകില്ലേ, മാസത്തിൽ ശമ്പളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പലതും പ്ലാൻ ചെയ്തു പോകില്ലേ. അതുകൊണ്ട് ഉസ്താദുമാർ കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടാതെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ബഹുമാന്യരെ എല്ലാവരും ഒന്ന് കൈയഴിഞ്ഞ്, നമ്മുടെ ബക്കറ്റിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഓഫീസിലോ ഉസ്താദിനെയോ നമ്മുടെ ചെയർമാനെയോ പ്രവർത്തകരെയോ സുബൈർ ഉസ്താദിനെയോ പറ്റുന്ന ആളുകളെ സമീപിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു സഹായം ചെയ്യണം. ഈ സ്ഥാപനം മഹാനായ ഖാസിം ഉസ്താദിന്റെ ഒരുപാട് കാലത്തെ ഓടി നടന്ന ഒരു വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ്. അത് നമ്മൾക്ക് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് ഉസ്താദ് പോയി, ഇതൊക്കെ ആക്കി തന്നു, ഇനി നിങ്ങൾ നടത്തിക്കൊണ്ടുപോവേണമേ. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇമാം ഷാഫി അക്കാഡമി എന്ന് പറയുന്ന ഈ മഹിതമായ സ്ഥാപനത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം. നിങ്ങളുടെ വീട്ടിലൊരു വിശേഷപ്പെട്ട കല്യാണമോ സൽക്കാരമോ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ചെമ്പ് ഭക്ഷണം നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് നേരത്തെ പറയാം, ഇന്ന ദിവസം ഞങ്ങൾക്ക് കല്യാണമുണ്ട്, അന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഞങ്ങൾ തരട്ടെയോ എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് എത്ര സന്തോഷമായിരിക്കും. ഏതായാലും കല്യാണത്തിന് ചോറ് വെക്കും, ഒരുപാട് ആളുകൾ വന്ന് കഴിച്ചു പോകും. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് അതിനൊരു ആശ്വാസവുമാകും. നമ്മുടെ ചെലവിലേക്ക് അത് വലിയൊരു ആശ്വാസം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീട് പോലെ, നമ്മുടെ സ്ഥാപനം പോലെ, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടുത്തെ മക്കള് എന്ന ബോധത്തോടുകൂടെ നമ്മുടെ ഈ സ്ഥാപനത്തെ ചേർത്ത് പിടിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഒരു ഹദറമിയായ മനുഷ്യനും ഒരു കിന്ദിയായ മനുഷ്യനും കടന്നു വരികയാണ്. جاء رجل من حضرموت ورجل من كندة إلى النبي صلى الله عليه وسلم. حضرمي യമനുകാരനാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഹാദാ ഖദ് ഗലബനി അലാ അർദിൻ ലീ കാനത് ലി അബീ. കിന്ദിയായ ആളെ സംബന്ധിച്ച് പരാതി പറയാനാ വന്നത് ഹദറമി. നബിയേ, എന്റെ വാപ്പ വഴി എനിക്ക് ലഭിച്ച ഒരു ഭൂമി, ആ ഭൂമി ഈ കിന്ദിയായ മനുഷ്യൻ എന്നിൽ നിന്ന് അപഹരിച്ചിരിക്കുന്നു നബിയേ. അതെന്റെ വാപ്പയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഭൂമിയാണ്. ഇപ്പൊ കിന്ദിയോട് നബി ഞങ്ങൾ ചോദിച്ചു, അത് അങ്ങനെയാണോ? ആള് പറഞ്ഞു, ഹിയ അർളി, അത് എന്റേതാ നബിയേ, ഫീ യദി, എന്റെ അധികാരത്തിലാണ്, അസ്റഉഹാ, ഞാൻ അവിടെ കൃഷി ഇറക്കുന്നുണ്ട്. ലൈസ ലഹു ഫീഹാ ഹഖ്ഖുൻ, ഈ ഹദറമിക്ക് ഒരു അവകാശവും അതിൽ പറയാനില്ല, അത് എന്റേതാണ്, ഞാൻ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ഞങ്ങൾ ചോദിച്ചു ഹദറമിയോട്, അലക ബയ്യിന, നിങ്ങൾക്ക് തെളിവുണ്ടോ നിങ്ങളുടേതാണെന്ന് പറയാൻ? ബയ്യിനത്തുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, എന്റെ അടുത്ത് തെളിവില്ല. അപ്പൊ പറഞ്ഞു, ഫലക യമീനുഹു, എന്നാൽ നിങ്ങൾ ആരെ പറ്റിയാണോ ആരോപിച്ചത് അയാൾക്ക് സത്യം ചെയ്യാൻ അവകാശമുണ്ട്. നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ തെളിവ് കാണിക്കുക, അല്ലെങ്കിൽ അയാൾ സത്യം ചെയ്ത് പറയണം ഇത് എന്റേതാണ് എന്ന്.
സത്യം പറയാൻ പോകുമ്പോ ഹദറമി പറഞ്ഞു, നബിയേ, ഈ കിന്ദിയായ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? യാ റസൂലല്ലാഹ്, ഇന്നർ റജുല ഫാജിറുൻ ലാ യുബാലി അലാ മാ ഹലഫ അലൈഹി. ഇത് തെമ്മാടിയാ നബിയെ, ഫാജിറാൻ, അവന് എന്തും സത്യം ചെയ്യാൻ ഒരു മടിയില്ല. അങ്ങനുണ്ട്, എല്ലാ കള്ളത്തരം ചെയ്ത് അവസാനം മുസാഫ് കൊണ്ടുവരും സത്യം ചെയ്യാൻ. ഓന് മുസാഫിന്റെ മേലെ ഒരു കെട്ട് മുസാഫ് കൊടുത്താലും സത്യം ചെയ്യും. പച്ച നുണയായിരിക്കും പറയുന്നുണ്ടാവുക. അവർക്ക് സത്യം ചെയ്യുന്നതിൽ പേടിയില്ല. ഞാൻ നബിയെ, അവൻ സത്യം ചെയ്തേക്കും, എനിക്ക് തെളിവില്ലെന്ന് പറഞ്ഞ എന്റെ അടുത്ത് പേപ്പറൊന്നുമില്ല, എന്റെ അടുത്ത് എന്റേതാണെന്ന് തെളിയിക്കാൻ രേഖകളില്ല നബിയെ. പക്ഷേ അത് അവന്റേതാണെന്ന് പറഞ്ഞവൻ സത്യം ചെയ്താൽ ആ ഭൂമി അവന്റേതായി മാറുകയും ചെയ്യും നബിയെ. അവനാണെങ്കിലോ നുണ പറയാൻ മടിയില്ലാത്ത ആളാ നബിയെ. ഇന്നർ റജുല ഫാജിറുൻ ലാ യുബാലി അലാ മാ ഹലഫ അലൈഹി വലൈസ യതവറഉ മിൻ ഷൈഇൻ. ഒരു സൂക്ഷ്മതയുമില്ലാത്ത ആളാണ് നബിയെ ഈ മനുഷ്യൻ. എന്ത് ചെയ്യും? ലൈസ ലക മിൻഹു ഇല്ലാ ദാലിക്. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ഖിന്ദിയുടെ സത്യമേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. അയാൾ സത്യം ചെയ്ത് പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ നാമത്തിൽ പടച്ചവനെ വെച്ച് സത്യം ചെയ്യാൻ തുടങ്ങി. സത്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, അള്ളാഹുവിനെയോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയോ മാത്രമേ നമുക്ക് സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. എന്റെ ഉമ്മയാണേ സത്യം, എന്റെ മക്കളാണേ സത്യം, അങ്ങനെ പറയാൻ പാടില്ല. എന്റെ തലയാണ് സത്യം, എന്റെ കുട്ടിന്റെ തലയാണ് സത്യം, എന്റെ മക്കളാണ്, ഒന്നും പറയാൻ പാടില്ല. സത്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ പേര് വെച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ നാമം വെച്ചുകൊണ്ടേ സത്യം ചെയ്യാവൂ. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും, അലീമായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഖാദിറായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അങ്ങനെയൊക്കെ പറയാം. സത്യം ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ആ മനുഷ്യൻ സത്യം ചെയ്തത് എന്റേതാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോ പറയുകയാണ്, അമാ ലഇൻ ഹലഫ അലാ മാലി സാഹിബിഹി ലിയഅകുലഹു ദുൽമാ. സ്വന്തം സഹോദരന്റെ ഭൂമി അത് എന്റേതാണ് എന്ന് പറഞ്ഞ് ആ സഹോദരന്റെ ഭൂമി തട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ സത്യം ചെയ്യുകയായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവൻ കാണാൻ ചെല്ലുമ്പോൾ അള്ളാഹു അവനിൽ നിന്നും മുഖം തിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കള്ളസത്യങ്ങൾ പറയരുത്, കള്ളസാക്ഷിത്വങ്ങൾ പറയരുത്. കള്ളസത്യം പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. കള്ളസത്യം പറയരുത്, അള്ളാഹു അത്രമേൽ വെറുക്കുന്നതാണത്. പച്ച നുണയായിട്ട് സത്യം ചെയ്ത് പറയാം. ആ പറയുന്നതോ ഏതെങ്കിലും ഒരാളുടെ ഒരവകാശം അപഹരിക്കാൻ വേണ്ടിയാണെങ്കിൽ അള്ളാഹു നാളെ മുഖം തിരിച്ചു കളയുമെന്ന് മഹാനായ നബി തങ്ങൾ. അള്ളാഹു മുഖം തിരിച്ചാൽ റബ്ബിന്റെ റഹ്മത്ത് അവർക്ക് കിട്ടുക സാധ്യമല്ല. അതുകൊണ്ട് കാത്തു സൂക്ഷിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال لقد ظلمك بسؤال نعجتك إلى نعاجه وإن كثيرا من الخلطاء ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم. ഇനി പറയുന്നത് ഷയർ, പരസ്പരം കൂറോടുകൂടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ. സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്ന ഒരു വിഷയം. രണ്ട് മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമുമായിരുന്നു എന്നാണ് ചരിത്രം. അവര് മനുഷ്യരൂപത്തിൽ കടന്നു വന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം മസ്ജിദിൽ ഇരിക്കുകയാണ്. മഹാനവറുകളുടെ മസ്ജിദിലല്ല, മഹാന്റെ മഹ്കമയിൽ വിധി പറയുന്ന സ്ഥലത്തിരിക്കുമ്പോ അവിടുത്തെ പാറാവുകാർ അകത്ത് വിടാൻ അവരെ സമ്മതം കൊടുക്കാതിരുന്നപ്പോ മതിൽ ചാടിക്കൊണ്ടാണ് അവര് വന്നത്. തസവ്വറുൽ മിഹ്റാബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهل أتاك نبأ الخصم إذ تسوروا المحراب. ഇത് മലക്കുകൾ ദാവൂദ് നബിയുടെ മുമ്പിൽ വന്ന് അഭിനയിച്ചതായിരുന്നു എന്നാണ്. അഭിനയിക്കുന്നത് അങ്ങനെ കാണിച്ചു, യഥാർത്ഥം അങ്ങനെയായിരുന്നു. ഇതൊരു പരീക്ഷണമായിരുന്നു. മലക്കുകളാണ് ഇത് ചെയ്തത്. വഹൽ അതാക നബഉൽ ഖസ്ം.
പരാതിയുമായി വന്ന ആളുകളുടെ വിഷയം അങ്ങ് അറിഞ്ഞോ നബിയേ? ഇത് തസവ്വറുൽ മിഹ്റാബ്, മതിൽ ചാടി കടന്നുകൊണ്ടവർ വന്നു. ഇദ്ദഖലു അലാ ദാവൂദ ഫഫസിഅ മിൻഹും, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ഫഫസിഅ മിൻഹും, ദാവൂദ് നബി അവരെ കണ്ട് പേടിച്ചു. ദാവൂദ് അലൈഹിസ്സലാം ഫലസ്തീനുകാരനാണ്. ദാവൂദ് നബിയുടെ ഖബറുള്ളത് മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്താണ്. അത് ജൂതന്മാരുടെ കൺട്രോളിലാണ് ആ സ്ഥലം. നമുക്ക് സിയാറത്തൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട്. നമുക്കവിടെ യാസീനോദാം, അവരവിടെ നിന്ന് തെൽമൂദ് ഓതിക്കൊണ്ടിരിക്കും. ജൂതന്മാരും അവരുടെ കുറേ മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇങ്ങനെ തെൽമൂദ് ഓതി, അവരൊക്കെ ഇങ്ങനെ തലയാട്ടിയിട്ടാ ഊത. അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട് അവരുടെ ജൂത മുത്തഅല്ലിമീങ്ങൾ. അവരങ്ങനെ തൽമൂദ് തൗറാത്ത് ഓതിക്കൊണ്ടിരിക്കും. നമുക്കിപ്പുറത്ത് ദാവൂദ് നബിന്റെ മഖാമിന്റെ ജൂതന്മാരുടെ ഒരു അവര് ചെയ്തതിൽ ഒരു നല്ല കാര്യം ഞാൻ കാണുന്നത്, ദാവൂദ് നബിയുടെ മഖാമിൽ ചെല്ലുമ്പോൾ പുരുഷന്മാരൊക്കെ തലമറക്കണം, നിർബന്ധ. നമ്മൾ തൊപ്പിയോ തലപ്പാവോ നമ്മുടെ തലയിൽ ഇല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ ചട്ടിത്തൊപ്പിണ്ടല്ലോ, അത് വെച്ച് തരും തലയിൽ. അത് വെച്ചിട്ടേ ദാവൂദ് നബിന്റെ മഖാമിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അത് മാത്രല്ല, ആണുങ്ങൾ വേറെ പോകണം, പെണ്ണുങ്ങൾ വേറെ സൈഡിലേക്ക് പോകണം, മിക്സ് ആവാൻ പാടില്ല. ഇത് ജൂതന്മാരുടെ അവരുടെ നിയമം, നമ്മുടെ നിയമം അത് തന്നെയാണ്. അങ്ങനെ ഒരു ഹുർമത്തുള്ള മഖാമാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മഖാം. അവര് ദാവൂദ് നബി എന്നല്ല വിളിക്കുക, അവര് കിങ് ഡേവിഡ്, അങ്ങനെ അവിടെ പേരൊക്കെ എഴുതാം. രാജാവായ ദാവൂദ് അലൈഹിസ്സലാം, രാജാവാ, നമുക്ക് അവര് നബിയാണ്. അല്ലാഹുവിന്റെ നബിയായ ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ നബിയുടെ വാപ്പ ദാവൂദ് അലൈഹിസ്സലാം. അവരാണ് മസ്ജിദുൽ അഖ്സയെ കെട്ടിപ്പടുത്തത്. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും, വാപ്പയും മോനും. ഇസ്മായിൽ നബി മോനാൻ, ഇബ്രാഹിം നബി ഉപ്പയാണ്. അവര് കഅബയുടെ പുനരുദ്ധാരണം ചെയ്ത പോലെ മസ്ജിദുൽ അഖ്സയുടെ പുനരുദ്ധാരണം ചെയ്തത് ദാവൂദ് നബിയും മകൻ സുലൈമാൻ നബിയുമാണ് അലൈഹിമുസ്സലാം, വാപ്പയും മകനുമാണ്. ഇദ്ദഖലു അലാ ദാവൂദ ഫഫസിഅ മിൻഹും, ദാവൂദ് നബിയുടെ മുമ്പിലേക്ക് രണ്ട് മലക്കുകൾ മനുഷ്യരൂപത്തിൽ ചാടിക്കടന്നു വന്നപ്പോൾ ദാവൂദ് നബി പേടിച്ചു പോയി. ഖാലൂ ലാ തഖഫ്, ദാവൂദ് നബിയെ പേടിക്കണ്ട. ഖസ്മാനി ബഗാ ബഅദുനാ അലാ ബഅദ്, ഞങ്ങൾ രണ്ട് പാർട്ട്ണർഷിപ്പ് കച്ചവടക്കാരാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിവിട്ട് പെരുമാറുകയുണ്ടായി. അതുകൊണ്ട് ഞങ്ങളിൽ നിയമം പറയണം, ഞങ്ങളിൽ വിധി കൽപ്പിക്കണം. ഫഹ്കും ബൈനനാ ബിൽ ഹഖ് വലാ തുശ്തിത് വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്. എന്താ അവിടെ വിഷയം? ഇന്ന ഹാദാ അഖീ, ഇതെന്റെ സഹോദരനാണ് ദാവൂദ് നബിയെ. ലഹു 99 നഅജ വലിയ നഅജതുൻ വാഹിദ, എന്റെ സഹോദരന് 99 ആടുകളുണ്ട്, എനിക്ക് ഒരാടും. എന്റെ സഹോദരനാണിത്, അവൻ മുതലാളിയാണ്, അവന് 99 ഉണ്ട്, എനിക്ക് ഒരാടേ എനിക്കുള്ളൂ. ഫഖാല അക്ഫിൽനീഹാ വഅസ്സനി ഫിൽ ഖിതാബ്. 99 ഉള്ള ആള് ഈ ഒരാടുള്ള ആളോട് പറയാണ്, സഹോദരനോട്, നിന്റെ ആ ഒന്നുകൂടെ എനിക്ക് തന്നൂടെ, എന്ന് എന്റേത് 100 ആവൂലേ? 99 ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ആവണമെങ്കിൽ 100 ആവണ്ടേ? അപ്പോഴല്ലേ ആ നമ്പർ പറയാൻ ഒരു രസമുള്ളൂ. അതുകൊണ്ട് നിന്റെ ഒന്ന് എനിക്ക് തന്നൂടെ? ആരായി ചോദിക്കുന്നത്? 99 ഉള്ള ആള് ഒരു ആടുള്ള ആളോട്. നിരന്തരം എന്നെ ചോദിച്ച് ബുദ്ധിമുട്ടാക്കുകയാണ് എന്ന് പറഞ്ഞു. ദാവൂദ് നബി ഉടനെ മറുപടി പറഞ്ഞു, ഖാൽ ലഖദ് ളലമക ബിസുആലി നഅജതിക ഇലാ നിആജി, നിന്റെ ഒരാട് അയാളുടെ 99ലേക്ക് ചേർക്കണം എന്ന് പറഞ്ഞത് നിന്നോട് ചെയ്ത ദുൽമാണ്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. وإن كثيرا من الخلطاء ليبغي بعضهم على بعض إلا الذين آمنوا. കൂറായി കച്ചവടം ചെയ്യുന്ന ആളുകൾ, ഈ പറയുന്ന വിഷയമാണ് നമ്മുടെ വിഷയത്തിലേക്ക് ബാധിക്കുന്നത്. ഇവിടെ ഒരു വിഷയമുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം
പരാതി പറഞ്ഞ ആളെ കേട്ടു. ആരെ പറ്റിയാണ് പരാതി പറഞ്ഞത്? ആ വിഷയം കേൾക്കാതെയാണ് വിധി പറഞ്ഞത്. അതുകൊണ്ട് അവിടെ തെറ്റുപറ്റിപ്പോയി എന്ന് ദാവൂദ് നബിക്ക് ബോധ്യപ്പെട്ടു. ഫഖറ റാകിഅൻ വഅനാബ്, അവിടെ കിടന്ന് സുജൂദിൽ കിടന്നുകൊണ്ട് ദാവൂദ് നബി അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു. മലക്കുകൾ പരീക്ഷിക്കാൻ വന്നതായിരുന്നു. ഒരു കേസായിട്ട് വരുമ്പോഴേ രണ്ടാളുടെയും സൈഡ് കേൾക്കണമെന്നാണ് വിധികർത്താവിന്റെ നിയമം. ഇത് ഒരാളെ പറഞ്ഞുള്ളൂ. എന്റെ ഒരാളവൻ ചോദിച്ചു, അത് അവൻ ചോദിച്ചിട്ടുണ്ടോ, അത് ശരി തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടത് ദാവൂദ് നബിയുടെ ബാധ്യതയായിരുന്നു. ദാവൂദ് നബി ഇത് ചെയ്യാൻ മറന്നുപോയി. പെട്ടെന്ന് അങ്ങോട്ട് വിധി പറഞ്ഞു, അത് തെറ്റാണല്ലോ, അത് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ വിധി പറഞ്ഞത് തെറ്റായി പോയി എന്ന് അല്ലാഹു ദാവൂദ് നബിയെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഇവിടുത്തെ ചരിത്രം. പക്ഷെ ദാവൂദ് നബി ഒരു കാര്യം പറഞ്ഞു, وَإِنَّ كَثِيرًا مِنَ الْخُلَطَاءِ لَيَبْغِي بَعْضُهُمْ عَلَى بَعْضٍ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ وَقَلِيلٌ مَّا هُمْ. കൂട്ടുകച്ചവടം ചെയ്യുന്ന ആളുകൾ അവര് പരസ്പരം അനീതി ചെയ്യുന്നവരാണ്. ഒരാൾ മറ്റൊരാളിന്റെ ഹക്ക് എടുക്കുന്ന ആളുകളാണ്. ഇല്ലല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മം ചെയ്യുകയും ഈമാൻ ഉണ്ടാവുകയും ചെയ്തവരൊഴികെ, വഖലീലും മാഹും. ഒരു പാർട്ണർ നാട്ടിൽ പോയാൽ കച്ചവടത്തിൽ വ്യത്യാസം വരും, ലാഭത്തിൽ വ്യത്യാസം വരും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കൂടെ കൂട്ടിയ ആളുകളെ ആ ബിസിനസ് ഒന്ന് മുന്നോട്ട് വളർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തുടക്ക സമയത്ത് കൂടെ നിന്ന ആളുകളെ പിരിച്ചുവിടും. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്, എന്തിന് ആ മുഴുവൻ ലാഭവും എനിക്ക് വേണം, ഈ പാവങ്ങളുടെ ദുആ കൊണ്ടായിരിക്കും അത് കിട്ടിയത്. അല്ലെങ്കിൽ 5000-ഉം 10,000-ഉം ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ വീട്ടിലെ ഉമ്മമാർ, റബ്ബേ എന്റെ കുട്ടി ഒരു കച്ചവടത്തിൽ കൂറുകൂടിയിട്ടുണ്ട്, ബറക്കത്ത് കൊടുക്കണേ എന്ന് ആ ഉമ്മ ദുആ ചെയ്തതാവും ഇവന് കച്ചവടം വർദ്ധിക്കാൻ കാരണം. അപ്പൊ അതിന്റെ മെയിൻ ഷെയർ ഹോൾഡർമാര് താഴെയുള്ള ആളുകളെ നിസ്സാര കാരണം പറഞ്ഞ് പുറത്തേക്കാക്കുന്ന പ്രവണത. ഈമാനുള്ളവരും അല്ലാഹുവിനെ ഭയപ്പെടുന്നവരും വഖലീലും മാഹും, അവര് കുറച്ചല്ലേ ഉള്ളൂ, അവര് കുറച്ചു പേരെ അങ്ങനെ കാണൂ. അല്ലാത്തവർ മുഴുവനും പാർട്ട്ണർഷിപ്പിൽ പരസ്പരം ദുൽമ ചെയ്യുന്നുണ്ട് എന്ന് നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب. അതുകൊണ്ട് കച്ചവടങ്ങളിൽ പാർട്ട്ണർഷിപ്പിൽ ദുൽമുണ്ടാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മരത്തിന്റെ വിഷയത്തിൽ, ഒരു മരം മുറിച്ചു മാറ്റുന്നിടത്ത് ദുൽമ വരുന്നത് നബി തങ്ങൾ പറഞ്ഞത് അത്ഭുതകരമാണ്. ഒരു മരം ജനങ്ങൾക്ക് തണൽ കൊടുക്കുന്ന മരം, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. എന്നാൽ ആളുകൾ അങ്ങനെ അതിന്റെ ചോട്ടിൽ വന്നിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തണൽ നൽകുന്ന ഒരു മരം വെട്ടിമുറിച്ചു കഴിഞ്ഞാൽ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ, അവരുടെ തല അല്ലാഹു നരകത്തിലേക്ക് വെച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖതഅ സിദ്റതൻ, ഒരു സിദ്റ മരം ആരെങ്കിലും മുറിച്ചാൽ, സിദ്റ എന്ന് പറയുന്നത് മരുഭൂമിയിൽ ഉണ്ടാകുന്ന കള്ളിച്ചെടിയാണ്. മരുഭൂമിയിലെ ആ മരത്തിന്റെ തണലേ കാണൂ, ബാക്കിയൊക്കെ ഒഴിഞ്ഞുകിടക്കല്ലേ. ആ മുൾച്ചെടിയാണെങ്കിലോ ഒരൽപ്പം ഇലകളുള്ള ഹൈറ്റ് കുറഞ്ഞ മരമാണ് ഈ സിദ്റ. ആ സിദ്റ മരത്തിന്റെ താഴെ എന്തെങ്കിലും കൈവച്ചോ ഒരു മുണ്ട് വെച്ചോ തലചായ്ക്കുന്ന ഒരു വിശ്രമമാണ് പഴയകാലത്തെ കച്ചവടക്കാർക്കുണ്ടാവുക. ആ ഒരു വിശ്രമത്തിലിരിക്കുന്ന മരം ആരെങ്കിലും അന്യായമായി മുറിച്ചു മാറ്റിയാൽ, നോക്കണം, തണൽ നൽകുന്ന ഒരു മരം മുറിച്ചു മാറ്റരുത് എന്ന് പുണ്യ നബി തങ്ങൾ പറയാം. ഇതൊരു റോഡിന്റെ വികസനത്തിനോ മറ്റോ ഉള്ളതല്ല. വഴിയിൽ തടസ്സമാകുന്നത് മുറിച്ചു മാറ്റൽ സുന്നത്താണ്, അത് വേറെയും മനസ്സിലാക്കണം. വഴിയിൽ തടസ്സമാകുന്ന ഒരു മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുത്തു. എങ്ങനെ? വഴിയുടെ നടുവിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം പ്രയാസമുണ്ടാക്കിയിരുന്ന ഒരു മരം അയാൾ മുറിച്ചു മാറ്റിയപ്പോ അതിന്റെ വിഷയത്തിൽ സ്വർഗത്തിൽ കടന്നുവെന്ന ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അങ്ങനെ ഒരു ഉപദ്രവമില്ല, ഉപകാരം മാത്രമുള്ള ഒരു സ്ഥലത്ത് ആ മരം ഒരാൾ മുറിച്ചു മാറ്റിയാൽ സവ്വബല്ലാഹു റഅസഹു
ഫിന്നാർ, നരകത്തിലേക്ക് അല്ലാഹു അവരുടെ തല വെച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റിദ്ധാരണകൾ കാരണം, ഞാൻ അവസാനിപ്പിക്കാം, തെറ്റിദ്ധാരണകൾ കാരണം ദുൽമ വരുന്ന ഒരു സംഭവമുണ്ട് തങ്ങളുടെ കാലത്ത് സംഭവിച്ചത്. തെറ്റിദ്ധാരണയായിരുന്ന വിഷയം അത് ഇന്നുമുണ്ട്. ആളുകളുടെ ധാരണ വെച്ചിട്ട് അങ്ങോട്ട് എഴുതിവിടും, ആളുകളുടെ ധാരണ വെച്ചിട്ട് അങ്ങോട്ട് പറയും, കമന്റ് ചെയ്യും. ഒരുപക്ഷെ ആ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ചില ആമിലുകളെ, സകാത്തിന്റെ ഒഫീഷ്യലുകളെ. അവര് സകാത്ത് പിരിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നു. നബി തങ്ങൾ ചോദിച്ചു, സകാത്ത് എന്തായി? നബിയെ, എല്ലാവരും തന്നു, 3 പേര് തന്നില്ല. മനഅ ഇബ്നു ജമീലിൻ വഖാലിദ് ബിൻ വലീദ് വഅബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഈ 3 പേരും സകാത്ത് നൽകിയില്ല നബിയെ എന്ന് പുണ്യ നബിയോട് പരാതി പറഞ്ഞു. സകാത്ത് വാങ്ങിക്കാൻ പോയ ആള് ആരാണ് തരാത്തത്? ഒന്ന് ഇബ്നു ജമീൽ, മറ്റൊന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. എങ്ങനെ സകാത്ത് കൊടുക്കാതിരിക്കാനാ? തെറ്റിദ്ധാരണയായിരുന്നു. പിന്നെ നബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഇവര് സകാത്ത് നൽകിയില്ല എന്ന് നബി തങ്ങളോട് പരാതി പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യൻഖിമു ഇബ്നു ജമീൽ ഇല്ലാ അന്നഹു കാന ഫഖീറൻ ഫഅഗ്നാഹു അല്ലാഹു വറസൂലുഹു. നോക്കണം, പുണ്യ നബിയുടെ ഈ വാക്കൊരു അത്ഭുതമുള്ള വാക്കാണ്. ഇബ്നു ജമീൽ അയാൾ കൊടുക്കാതിരുന്നത് തന്നെയാണ്, അത് സത്യമായിരുന്നു. ഇബ്നു ജമീലിന് എന്ത് കുറവാണുണ്ടായിരുന്നത്? ഇല്ല അന്നഹു കാന ഫഖീറാ, മിസ്കീനായിരുന്നു, ഫഖീറായിരുന്നു. ഫഅഗ്നാഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലുമല്ലയോ അയാൾക്ക് ഐശ്വര്യം ഉണ്ടാക്കി കൊടുത്തത്. നോക്കണം, റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ദുആ കൊണ്ടാണ് ഇബ്നു ജമീലിന്റെ പണമുണ്ടായത്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവും അവന്റെ റസൂലുമല്ലയോ, അല്ലാഹുവും റസൂലുമല്ലയോ അവന് ഐശ്വര്യം ഉണ്ടാവാൻ നിമിത്തമായത്. എന്നിട്ട് എന്തേ അവൻ കൊടുക്കാതിരുന്നത്? എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വഅമ്മാ ഖാലിദുൻ ഫഇന്നകും തദ്ലിമൂന ഖാലിദാ. ഖാലിദ് എന്നവർ, നിങ്ങൾ ഖാലിദ് എന്നവരെ ദുൽമ ചെയ്യുകയാണല്ലോ. ഖാലിദ് എന്നവരെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറയുകയാണോ? قد احتبس أذراعه وأعتده في سبيل الله. ഖാലിദ് എന്നവർക്ക് സകാത്ത് നൽകാൻ എന്താണ് ഇനി ബാക്കിയുള്ളത്? ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയിലായിരുന്നു. പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് നഷ്ടമാവാൻ കാരണം ഖാലിദ് തങ്ങളുടെ വരവാണ്. അന്ന് അദ്ദേഹം ശത്രുപക്ഷത്താണ്. പക്ഷെ അതിനൊക്കെ ഖാലിദ് എന്നവർ പകരം ചെയ്തു. അതിനൊക്കെ പകരം ചെയ്തു, എല്ലാറ്റിനും പ്രായശ്ചിത്തം ചെയ്തു. ഖാലിദ് എന്നവർ കാരണം ഉണ്ടായ നഷ്ടത്തിന് 10 മടങ്ങ് ലാഭം. മഹാനവറുകളുടെ യുദ്ധങ്ങളിലൊക്കെ ഖാലിദ് എന്നവർ പടവെട്ടി ജയിക്കുകയുണ്ടായി. എന്നിട്ട് മഹാനായ ഖാലിദ് എന്നവർ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, എന്റെ കയ്യിലുള്ള എന്റെ പടയങ്കി, എന്റെ വാള്, എന്റെ ആയുധങ്ങൾ, യുദ്ധത്തിന് ഉപയോഗിക്കുന്നതെല്ലാം നബിയെ അള്ളാഹുവിന് വഖഫ് ചെയ്തിരിക്കുകയാണ് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഖാലിദ് എല്ലാം വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എവിടെന്നാണ് ഖാലിദിന് സകാത്ത് കൊടുക്കാൻ പണമുണ്ടാവുക? സകാത്ത് നൽകണമെങ്കിൽ സ്വന്തം സാധനമുണ്ടേ. ഖാലിദ് എന്നവരുടെ എല്ലാം അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഖഫ് വല്ലാതെ കൂലിയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വഖഫ് ചെയ്യാം. മസ്ജിദിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വഖഫ് ചെയ്യാം. ഇത് വലിയ കൂലിയുള്ള കാര്യമാണ്. നമ്മുടെ മുൻഗാമികൾ പണ്ട് ചെയ്ത വഖഫുകളാണ് നമ്മുടെ പള്ളിക്കാടുകൾ, മരിച്ചുപോയ കിടക്കുന്ന സ്ഥലങ്ങൾ ആരൊക്കെയോ വഖഫ് ചെയ്തതാണ്, അല്ലേ? ഇന്ന് ആരാ വഖഫ് ചെയ്യുന്നത്? വഖഫ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? വഖഫ് ബോർഡ് നിങ്ങൾ കേൾക്കുക എന്നല്ലാണ്ട് നമ്മൾ വഖഫ് ചെയ്യാറുണ്ടോ?
വഖഫ് അല്ലാഹുവിന് ചെയ്യുന്ന വലിയൊരു ഇബാദത്താണ്, വലിയ കൂലിയുള്ള ജാരിയായ സദഖയാണ്. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു അത്തരം ഐശ്വര്യവും നിഅമത്തും അല്ലാഹു നമുക്ക് തരട്ടെ. ഖാലിദ് റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിട്ടുണ്ട്, സ്വഹാബികളെ, എന്റെ ഖാലിദിനെ പറ്റി നിങ്ങൾ മോശം പറയരുത്, നിങ്ങൾ ഖാലിദിനോട് ദുൽമ ചെയ്യരുത് റളിയല്ലാഹു അൻഹു എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖാലിദ് എന്നവരെ സക്കാത്ത് കൊടുത്തില്ല എന്ന് പറയുന്നത് മോശമല്ലേ? ദീനിന് വേണ്ടി സേവനം ചെയ്യുന്ന ആള് അയാൾ ഒന്നും ചെയ്യാറില്ല, ഒന്നും കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ അത് ദുൽമാണ്, അത് പറയരുത്. അവര് കൊടുക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കില്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ കാണും. അല്ലാഹുവേ നീ ഖൈർ ചെയ്യണേ തമ്പുരാനെ. നമ്മുടെ ഇസ്സുദ്ദീൻ ഹാജി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പോയി നോക്കാത്ത ഏതോ ഒരു നാട്ടിൽ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് വർഷങ്ങളായി ഭംഗിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ സന്തോഷം അറിയിക്കാം. അദ്ദേഹം പോയി കണ്ടിട്ട് പോലുമില്ല, പക്ഷെ വർഷങ്ങളായി ആ സ്ഥാപനം അവിടെ നടക്കുകയും നമ്മുടെ നാട്ടിലൊന്നുമല്ല, ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ കൂലി അല്ലാഹു നൽകട്ടെ, അല്ലാഹു അത് കബൂൽ ചെയ്യട്ടെ, അല്ലാഹു അത് സ്വീകരിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രയോ ആളുകൾ ദീനിന് വേണ്ടി അവനവന് അള്ളാഹു നൽകിയതിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഇത് നമ്മൾ കേൾക്കാന്നല്ല, നമുക്കും കൊടുക്കാൻ ഒരു പ്രചോദനമാകണം. നമുക്കും അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യാൻ, പടച്ചവന് വേണ്ടി റബ്ബേ ഒരു അരസന്റെ ഭൂമിയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റണം എന്ന തോന്നലുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഖാലിദ് എന്നവരെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. തെറ്റിദ്ധാരണ ദുൽമാണ്. പിന്നെ സകാത്ത് തന്നില്ല എന്ന് പറയുന്നതിൽ മൂന്നാമത്തെ പേരാരാ? ഹബീബിന്റെ എളാപ്പയാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സകാത്ത് 2 വർഷത്തെ സകാത്ത് അഡ്വാൻസ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പറയാ 2 വർഷത്തെ സകാത്ത് അഡ്വാൻസ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ദീനിന് പൈസയുടെ ആവശ്യം വന്നപ്പോ അബ്ബാസ് എന്നവരോട് സക്കാത്ത് മുൻകൂറായി വാങ്ങിയിട്ടുണ്ട്, 2 കൊല്ലത്തേത്. പിന്നെ എങ്ങനെ ഈ കൊല്ലത്തെ സക്കാത്ത് അബ്ബാസ് എന്നവർ തരിക? അതുകൊണ്ട് അവര് തന്നില്ല എന്ന് നിങ്ങൾ ആരെപ്പറ്റിയും പരാതി പറയരുത്. അവർ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരിക്കില്ല, അവര് വേറെ പലയിടത്തും കൊടുക്കുന്നു കാണും. അതുകൊണ്ട് അറിയാത്തത് തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതും ദുൽമാണ്, അതിക്രമമാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുൽമു ദുലുമാതുൻ യൗമൽ ഖിയാമ. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ് ഈ മഹാന്മാരായ 3 പേരെ കുറിച്ചുമുള്ള ഈ സംഭവം. ഇബ്നു ജമീൽ മാത്രമാണ് അതിൽ കുറ്റക്കാരൻ. അദ്ദേഹം പൈസ ഉണ്ടായിട്ട് സക്കാത്ത് കൊടുക്കാത്ത ആളാണ്. പുണ്യനബി ഞങ്ങൾ ആ പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. ഇബ്നു ജമീലിന് അല്ലാഹും റസൂലുമല്ലയോ ഐശ്വര്യം കൊടുത്തത്, എന്നിട്ട് എന്തേ അവൻ സക്കാത്ത് തരാതിരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ ഖാലിദും എന്റെ അബ്ബാസ് തങ്ങളും റളിയല്ലാഹു അൻഹുമാ അവര് നിരപരാധികളാണ്. ഖാലിദ് എന്നവര് എല്ലാം വഖഫ് ചെയ്തു, എന്നെ സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കൊടുക്കാനൊന്നുമില്ല. അബ്ബാസ് എന്നവര് 2 കൊല്ലത്തെ സക്കാത്ത് അഡ്വാൻസ് കൊടുത്തു, വരാൻ പോകുന്ന 2 കൊല്ലത്തേത്. അതുകൊണ്ട് അബ്ബാസ് എന്നവർ തന്നില്ലെന്ന് പറയുന്നതും ഒരു കുഴപ്പമില്ല. മഹാനവറുകൾ അതിലൊക്കെ നിരപരാധിയാണ്. എന്റെ ഖാലിദ് എന്നവരും നിരപരാധിയാണ്. വലാകിൻ തദ്ലിമൂന ഖാലിദ, എന്റെ ഖാലിദിനോട് നിങ്ങൾ ദുൽമ കാണിച്ചല്ലേ. ഇങ്ങനെ ദീനിന് വേണ്ടി പടപൊരുതുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അയാൾ സക്കാത്ത് തരാത്ത ആളാണെന്നൊക്കെ പരസ്യമായി പറയുമ്പോ ആ മനുഷ്യനെ അപമാനിക്കലല്ലേ, അത് ദുൽമാണ്. ഇത് സമൂഹത്തിനൊരു മാതൃകയാണ്. നമ്മുടെ നാവുകളിലും നമ്മുടെ ചർച്ചകളിലും ആരെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാതെ മനസ്സിലാക്കാതെ പറഞ്ഞു പോകുന്നത് ദുൽമായിരിക്കും. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുന്ന വലിയ ഘനീഭവിച്ച ഇരുട്ടുകളായി മാറാനിടയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിയാൻ. അക്രം സാഹിബിന് അദ്ദേഹം നാളെ അർജന്റായിട്ട് യാത്ര പോകാനുള്ളത് അറിയിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സമയം 12 മണിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ. ഇവിടെ ദുആ വസിയത്തുകളുണ്ട്. ഒന്ന് നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ നേരത്തെ ബഹുമാനപ്പെട്ട സിൻസാലുൽ സാഹിബ് പറഞ്ഞതുപോലെ നമ്മുടെ 2nd ഫ്ലോറിന് വേണ്ടി റഷീദ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു മോതിരം അൽഹംദുലില്ലാഹ് ഇവിടെ കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ അതിൻ്റെ 2nd ഫ്ലോറിൻ്റെ നടുവിലത്തെ ബ്ലോക്ക് ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഹാജി അത് മുമ്പ് ഏറ്റെടുത്തതാണ്.
അതൊന്നും കൂടി അദ്ദേഹം ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ചെയ്തു തരാമെന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റ് കഴിയുന്ന ആളുകളൊക്കെ 1 സ്ക്വയർ ഫീറ്റോ 2 സ്ക്വയർ ഫീറ്റോ നിങ്ങൾ കഴിയുന്ന വിധത്തിൽ അത് ഏറ്റെടുക്കണം. ബഹുമാനപ്പെട്ട കടമ്പാർ അബ്ദുറഹ്മാൻ ഹാജി 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തതായി ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മക്ക കമ്മിറ്റി അൽഹംദുലില്ലാ 10,000 രൂപ ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ പരിശുദ്ധ മദീന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി പേരാൾ കണ്ണൂരിൻ്റെ ഭാര്യ പിതാവ് അറ്റാക്കായി ഹോസ്പിറ്റലിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബദിയാനഗർ ജമാഅത്തിൻ്റെ വകയാണ് നാളത്തെ ഇത്തിസാലിൻ്റെ ഭക്ഷണം, അവർക്കും അതുപോലെ മൈമുനഗർ ശാഖ SKSF, അതേപോലെ നേരത്തെ പഞ്ചസാര ചലഞ്ച് ഏറ്റെടുത്ത കുംബ്ല സോൺ SKSF, അസാഫീസ് അസോസിയേഷൻ, അതേപോലെ ഉസ്താദിൻ്റെ പേരാൽ ഉസ്താദ് ശിഷ്യന്മാർ വക നാളെ സർബത്ത് മറ്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ കോട്ട ജമാഅത്ത് സാധാരണ അവർ ഇറച്ചി നമുക്ക് തരാറുണ്ട് നാട്ടക്കൽ. അതേപോലെ SKSF സീതാങ്കൊള്ളി ശാഖ ഇന്നലെ അരി എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് ആളുകൾ ഇവിടെ പല വിധത്തിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെയും വേണ്ടി ഇവിടെ ദുആ ചെയ്യും. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ്. അതേപോലെ ബഹുമാനപ്പെട്ട യദുത്തോട് അബ്ദുള്ള കുഞ്ഞ് ഹാജി, അദ്ദേഹം നമ്മുടെ വാഹന പ്രചരണ ജാഥയുടെ ആ ചെലവ് അദ്ദേഹം ഏറ്റെടുക്കുകയും അതിന് പുറമെ 2.5 കിൻഡൽ അരി ഇന്നലത്തെ മജ്‌ലിസ് സുന്നൂറിന് അദ്ദേഹമാണ് വാഗ്ദാനം ചെയ്തത്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെയും വേണ്ടി ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അബ്ദുള്ള കുഞ്ഞി അവറുകൾ 2nd ഫ്ലോറിലെ 1 റൂം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ മുകളിലെ ബ്ലോക്കിലെ 1 റൂം യൂസുഫ് ഹാജി ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതേപോലെ മറ്റൊരു റൂം 400 സ്ക്വയർ ഫീറ്റ് കുയ്ത്തൽ അബ്ദുൽ ഖാദർ ഹാജി അവരും ഏറ്റെടുത്തതാണ്. മുമ്പ് അവർ ഇവിടെ വരികയും ആ കാര്യം പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തതുമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നമ്മളെ ആ ഫ്ലോറിൻ്റെ റൂമുകളൊക്കെ ഓരോരുത്തരും കഴിയുന്ന രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ സംവിധാനത്തെ പൂർണ്ണമായി സഹകരിക്കണം. കാരണം നമ്മുടെ ഈ പരിപാടിയിൽ ആളുകളെ ഇങ്ങനെ പറയിപ്പിച്ച് ഒരു പിഴിയുന്ന ഒരു രൂപമില്ല. ഏതായാലും അൽഹംദുലില്ലാ വളരെ പഠനാർഹമായ വിഷയങ്ങളാണ് നമ്മൾ ഇതുവരെയും കേട്ടത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥികളായി എത്തിയ നമ്മുടെ അക്രം ഷെയ്ഖ് അവറുകളും അതേപോലെ അവരുടെ കൂടെയുള്ള പ്രിയപ്പെട്ട UH ഇബ്രാഹിം സാഹിബൊക്കെ CH ഇബ്രാഹിം സാഹിബ് അവർ ബന്ധുക്കളാണ്. അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം ഉണ്ടാവും. നമ്മുടെ CH ഇബ്രാഹിം സാഹിബ് എന്ന് പറയുന്നവർ ബിസിനസ് മേഖലയിൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുകയും അൽഹംദുലില്ലാ ഇന്ന് മംഗലാപുരത്തും ബംഗളൂരും വിവിധ രാജ്യങ്ങളിലൊക്കെ വളരെ നല്ല ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിത്വങ്ങളാണ്. അവരൊക്കെ ഈ പാതിരാത്രി വരെയും നമ്മുടെ ഈ ദീനീ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ ഇങ്ങനെ നിന്ന് സഹകരിക്കുന്നു എന്ന് പറയുന്നത് ദീനിനോടുള്ള അവരുടെ മഹബത്താണ്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞേൽപ്പിച്ച ആളുകളുണ്ട്. നീണ്ട ലിസ്റ്റ് തന്നെ ഇവിടെ തന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ ഓരോരുത്തരുടെയും പേര് നമ്മൾ ഇവിടെ വായിച്ച് സമയം കളയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളെയും അള്ളാഹു അറിയുന്നവനാണ്. അവരവരുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ പറയുക. ഇൻഷാ അല്ലാഹ് ഈ പാതിരാ സമയത്തുള്ള പ്രാർത്ഥന തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. സുബൈർ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ച ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചിറണിക്ക് വേണ്ടിയും അതല്ലാതെയും ഓരോ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ് അവറുകൾ ഇവിടെ പറഞ്ഞതുപോലെ 17 ലക്ഷവും 18 ലക്ഷവും ഓരോ മാസത്തിൽ ഇവിടെ ചെലവ് വരുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോകുന്നത് നല്ലവരായ നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ്. ഇവിടെ കഴിഞ്ഞ മാസത്തിൻ്റെ ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ പറയാതെ പറയുകയാണ് അതിൻ്റെ മുമ്പത്തെ ശമ്പളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്ഥാപനത്തെ ഇതിനേക്കാൾ എത്രയോ
ഉന്നതമായ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു എല്ലാ സഹായവും നൽകട്ടെ. അതേപോലെ വളരെ സന്തോഷകരമായൊരു വാർത്ത പറയാനുള്ളത്, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറും അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒക്കെ അതിൻ്റെ 10% ബഹുമാനപ്പെട്ട സ്പീക്കർ അബ്ദുള്ള കുഞ്ഞിഹാജി നമ്മുടെ സ്ഥാപനവുമായി വളരെയധികം ഹൃദയബന്ധമുള്ള ഉസ്താദിൻ്റെ ഏറ്റവും വലിയൊരു ആത്മീയ സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം സെക്കൻഡ് ഫ്ലോറിനും അതേപോലെ ഇൻഷാ അള്ളാഹ് അതിൻ്റെ 10% അദ്ദേഹം തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകും. Bismillahirrahmanirrahim. Mr. Izzuddin, thank you very much for giving me this opportunity. As we have discussed regarding the mosque for the girls, we will do it out. And thanks for giving me this opportunity. Mr. Haq, I was really impressed by your speech, though I couldn't understand your language, but the way the people were anxiously waiting for you to listen your voice, it has really impressed me. Allah give you long life, good health. Ameen.